ഒന്നും രണ്ടും കോടി വാങ്ങുന്ന ഡയറക്ടേഴ്സ് ഇല്ലായിരുന്നു എന്നുള്ളത് എനിക്കിത് കേൾക്കുമ്പോൾ ഭയങ്കര സങ്കടം തോന്നുന്നുണ്ട്. ഒരു ഡയറക്ടർ 1 കോടി ചോദിച്ചു, 2 കോടി ചോദിച്ചു. ആരാണ് കുത്തുപാള എടുക്കുന്ന പ്രൊഡ്യൂസർമാരുള്ള ഒരു ഇൻഡസ്ട്രിയായി മലയാള ഫിലിം ഇൻഡസ്ട്രിയെ കൊണ്ടെത്തിച്ചിരിക്കുന്നത്? മോഹൻലാലും മമ്മൂട്ടിയൊന്നും ഒരു സുപ്രഭാതത്തിൽ താരമായി വന്നു കയറിയവരല്ലല്ലോ. അവരെയും വളർത്താൻ അന്ന് കുറേ പ്രൊഡ്യൂസേഴ്സ് മെനക്കെട്ടിട്ടുണ്ടല്ലോ. അതുപോലെ ഇന്ന് എന്തുകൊണ്ട് പ്രൊഡ്യൂസേഴ്സിന് സാധിക്കുന്നില്ല എന്നുള്ളൊരു ചോദ്യം അങ്ങോട്ട് ചോദിക്കുകയാണ്. ഒരു ബിസിനസ് ചെയ്യാൻ അറിയാത്ത ആ ബിസിനസ് ചെയ്ത് അയാൾക്ക് നഷ്ടം വരുമ്പോൾ ആ നഷ്ടം നികത്തി കൊടുക്കുകയോ ആ നഷ്ടം ചെറുതാക്കി കൊടുക്കുകയോ ചെയ്യുക എന്നുള്ളത് സ്റ്റേറ്റിൻ്റെ ബാധ്യതയാണ്. താരങ്ങൾ പ്രതിഫലം കുറയ്ക്കുകയോ സിനിമ ഉണ്ടാക്കാനുള്ള കോസ്റ്റ് മാക്സിമം കട്ട് ചെയ്യുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാലും അൾട്ടിമേറ്റ്ലി പ്രേക്ഷകൻ തിയേറ്ററിൽ എത്തുക എന്ന് പറയുന്ന ഒരു സംഭവം അവിടെ യാഥാർത്ഥ്യമാവണം. ഇൻഡസ്ട്രിയുടെ നിലനിൽപ്പാണ് ഈ പറഞ്ഞ പത്രസമ്മേളനത്തിനൊക്കെ ആധാരമായ ചർച്ചകൾക്ക് കാരണമെങ്കിൽ മാത്രം അവനവൻ്റെ കാര്യം മാത്രം നോക്കുകയാണെങ്കിൽ എനിക്കിതിനൊന്നും പറയാനില്ല. എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രിയാണ്. എൻ്റർടൈൻമെൻറ്റ് നടന്നാൽ മാത്രമാണ് ആ ഇൻഡസ്ട്രിയിൽ നിങ്ങൾക്ക് ലാഭം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഈ പ്രൊഡക്ഷൻ കോസ്റ്റ് കൂടുന്നു എന്ന് പറയുന്ന ആ ഒരു വിഷമം അതിപ്പോൾ നമ്മൾ കർഷകരോട് ചോദിച്ചാൽ അവരും പറയും. അവർ കോർപ്പറേറ്റ് കമ്പനിയാണ്, അവർക്ക് മലയാളത്തിലെ അല്ലെങ്കിൽ കേരളത്തിലെ സിനിമാ പ്രൊഡ്യൂസർമാരെയൊക്കെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഉത്തരവാദിത്തം ഏറ്റെടുക്കാനൊന്നും പറ്റില്ല. ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളുടെ ക്വാളിഫിക്കേഷൻ എന്താണ്? ഞാൻ പ്രൊഡ്യൂസേഴ്സിന് മുഴുവൻ കുറ്റം പറയുക. അവിടെ വന്നിരുന്ന അത്രയും സീനിയർ ആയിട്ടുള്ള സിനിമയെ അത്രയും പരിചയമുള്ള ആളുകളെ അവരുടെ അറിവിനെ ഒന്നും ചോദ്യം ചെയ്യുകയോ പുച്ഛിക്കുകയോ ഇതൊന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ വിഷയത്തിലേക്ക് വരുന്നില്ലായിരുന്നു ആ ചർച്ച എന്നെനിക്ക് തോന്നി. ഒരു ലോക്കൽ പോലീസ് കേസായി തീരേണ്ട ഒരു കേസിനെ ചിലപ്പോൾ CBIയും റോയും പറ്റിയ FBI വരെ അന്വേഷിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു വലിയ കേസാക്കി മാറ്റുന്ന ഐഡിയയുമായിട്ട് നടക്കുന്ന ഒരു മണവണാഞ്ചം വില്ലൻ. സിനിമ നമ്മുടെ ചോറാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു ത്രില്ലില്ല. കുറച്ചും കൂടി ഒരു ഇമോഷണൽ കണക്റ്റ് ഫീൽ ചെയ്യണം. അതിന് സിനിമ നമ്മുടെ കഞ്ഞിയാണ്. ആ കഞ്ഞിയിൽ പാറ്റ വീണുകൊണ്ടിരിക്കുകയാണ്. ആ പാറ്റയെ എത്രയും പെട്ടെന്ന് നമ്മളെടുത്ത് പുറത്ത് കളയണം. അതിനാദ്യം ചെയ്യേണ്ടത് കഞ്ഞി കൂടി മുട്ടിക്കുക എന്നുള്ളതാണ് എന്ന് പറയുന്നൊരു പത്രസമ്മേളനം കഴിഞ്ഞ ദിവസം കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ മലയാളത്തിലെ സിനിമ പ്രൊഡ്യൂസേഴ്സിൻ്റെ അസോസിയേഷൻ വേറെയും സംഘടനകളൊക്കെ ആയിട്ട് ചേർന്ന് ചർച്ചയുടെ ഭാഗമായിട്ട് അവരൊരു പത്രസമ്മേളനം നടത്തി. വിത്ത് ഓൾ ഡ്യൂ റെസ്പെക്റ്റ്, എനിക്ക് ആ പത്രസമ്മേളനം വളരെ ഏകപക്ഷീയമായ കുറേ കാര്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ട് ഞങ്ങളിത് മുടക്കിയിട്ടേ ഉള്ളൂ എന്ന് പറയുന്നത് പോലെയാണ്. വളരെ ചുരുങ്ങിയ വാക്കുകളിൽ പറഞ്ഞാൽ ഞങ്ങൾ സിനിമ പ്രൊഡ്യൂസ് ചെയ്യും, ഞങ്ങളെ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ, ഞങ്ങൾക്ക് പറ്റുന്ന ബഡ്ജറ്റിനുള്ളിൽ ഞങ്ങൾക്ക് സെറ്റാവുന്ന സമയപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ഞങ്ങൾക്ക് ആവശ്യമുള്ള താരങ്ങൾ ഞങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു എമൗണ്ടിനുള്ളിൽ നിന്നുകൊണ്ട് അഭിനയിക്കുകയും ഞങ്ങൾ പറയുന്ന തുക തന്നെ ടെക്നീഷ്യൻസ് കൈപ്പറ്റുകയും ഗവൺമെൻറ് ഞങ്ങളുടെ ലാഭം കുറയ്ക്കാത്ത രീതിയിൽ ടാക്സിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കുകയും വേണം. എനിക്കത് മുഴുവനായിട്ട് കേട്ട് കഴിഞ്ഞപ്പോൾ ഇത് ഞങ്ങൾക്കൊരു കുത്തകയാക്കി മാറ്റണം, ഞങ്ങളുടെ കയ്യിൽ നിന്ന് കുറച്ചൊക്കെ മിസ്സായി പോയിട്ടുണ്ട്, അത് എത്രയും പെട്ടെന്ന് നമുക്ക് തിരിച്ചു പിടിക്കണം എന്നൊക്കെയുള്ള ഒരു പറച്ചിൽ പോലെയാണ് ഫീൽ ചെയ്തത്. പക്ഷേ ആ ഒരു പ്രസ് മീറ്റിൽ അവർ വളരെ വാലിഡ് ആയിട്ടുള്ള ചില പോയിന്റുകൾ കൂടി അവതരിപ്പിക്കുകയുണ്ടായി. അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. പ്രസംഗത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ കഴിഞ്ഞ വർഷം 200ഓളം സിനിമകൾ ഇറങ്ങിയതിൽ 24 സിനിമകൾ മാത്രം ലാഭമുണ്ടാക്കി എന്നാണ് അവർ പറയുന്നത്. സക്സസ് റേറ്റ് വെറും 12%. പക്ഷേ മുൻ വർഷത്തെ അപേക്ഷിച്ച് അത് കൂടുതലാണ്. 176 ചിത്രങ്ങൾ ബോക്സ് ഓഫീസിൽ തകർന്നടിഞ്ഞു എന്ന് പറയുന്നുണ്ട്. 700 കോടി അടുത്താണ് നഷ്ടം. ഇതിനാരാണ് ഉത്തരവാദി? പ്രേക്ഷകനാണോ? ഇനി താരങ്ങൾ പൈസ കൂട്ടി ചോദിച്ചതുകൊണ്ടാണോ? ഈ 176 ചിത്രങ്ങൾ തകർന്നടിഞ്ഞു എന്ന് പറയുമ്പോൾ അതിനകത്ത് ഈ സോക്കോൾഡ് താരങ്ങളൊന്നും അഭിനയിക്കാത്ത സിനിമകളും ഉണ്ടായിട്ടുണ്ട്. 700 കോടിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന സിനിമകളിൽ വലിയ തുക വാങ്ങുന്ന താരങ്ങളും ടെക്നീഷ്യൻസും ഉൾപ്പെടാത്ത സിനിമകളും ഉണ്ടായിട്ടുണ്ട്. ഒരാഴ്ച 6 പടം 7 പടം 10 പടം വരെയൊക്കെ റിലീസായിട്ട് ഇത് ഏത് പടം ഏത് കാലത്ത് ഇറങ്ങി എന്ന് പ്രേക്ഷകൻ ചിന്തിക്കുന്ന പോലെ സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. സോ താരങ്ങൾ പ്രതിഫലം കൂട്ടി ചോദിക്കുന്നു എന്നുള്ളതുകൊണ്ട് മാത്രം നഷ്ടക്കണക്ക് കൂടുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നല്ല സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്ത് ഏത് സിനിമയ്ക്ക് പണം മുടക്കണം എന്നറിയാതെ നിൽക്കുന്ന പ്രൊഡ്യൂസർ കൂടി ഇവിടെ ഉത്തരവാദിയാണ്. പല പ്രൊഡ്യൂസർമാരും നാട് വിട്ടു പോകേണ്ട ഗതികേടിലാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. തീർച്ചയായും അത് അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട ഒരു വിഷയം തന്നെയാണ്. ഒരു വ്യവസായത്തിൽ പണം മുടക്കുന്ന ആളുകൾ എല്ലാം നഷ്ടപ്പെട്ട് ഒരു വിറകുപുരയിൽ താമസിക്കേണ്ടുന്ന സാഹചര്യത്തിലേക്കൊക്കെ എത്തുന്നു എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ആ വ്യവസായം നടത്താൻ പറ്റാത്തൊരു സാഹചര്യമാണോ ഇവിടെ നിലവിലുള്ളത്? അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ ആ പ്രസ് മീറ്റിൽ അവർ ആ ചോദ്യം ചോദിക്കുന്നുണ്ട്. 2, ഈ വ്യവസായത്തിന് ഇറങ്ങിത്തിരിച്ച ആൾക്ക് ഇതിൽ നിന്ന് എങ്ങനെ ലാഭം ഉണ്ടാക്കാം എന്നുള്ള കൃത്യമായ ധാരണ ഉണ്ടായിരുന്നു എന്നൊരു ചോദ്യമുണ്ട്. എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രിയാണ്. എൻ്റർടൈൻമെൻറ്റ് നടന്നാൽ മാത്രമാണ് ആ ഇൻഡസ്ട്രിയിൽ നിങ്ങൾക്ക് ലാഭം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. സോ എൻ്റർടൈനിങ് ആയിട്ടുള്ള
ഒരു സിനിമയ്ക്ക് വേണ്ടി പണം മുടക്കാൻ ആ പ്രൊഡ്യൂസർ സിനിമ സംബന്ധിയായി എത്രത്തോളം എഡ്യൂക്കേറ്റഡ് ആണ്. ഇപ്പോൾ നമ്മൾ റിവ്യൂ ഒക്കെ ചെയ്ത് റിവ്യൂ ബോംബിങ് കാരണമാണ് സിനിമ പരാജയപ്പെട്ടതെന്ന് ഒരു പറഞ്ഞുകൊണ്ടിരുന്നൊരു സമയമുണ്ട്. ആ സമയത്ത് എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു ഈ റിവ്യൂ പറയുന്നവരുടെ ക്വാളിഫിക്കേഷൻ എന്താണെന്ന്. ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളുടെ ക്വാളിഫിക്കേഷൻ എന്താണ്? എന്തായാലും സ്കൂളിൽ പോയി പഠിച്ചിട്ടൊന്നും അങ്ങനെയൊന്നും കൊടുക്കാൻ പറ്റുന്നൊരു പരിപാടിയല്ലത്. നല്ല തിരക്കഥ കേൾക്കുമ്പോൾ, അതായത് ഒരുപാട് തിരക്കഥകൾ കേട്ട് ഹിറ്റായിട്ടുള്ള സിനിമയുടെ തിരക്കഥയും അല്ലെങ്കിൽ അത്ര ഹിറ്റാവാതെ പോയ സിനിമകളുടെ തിരക്കഥയും ഇതിലുള്ള ഡിഫറൻസ് എന്താണ്? ഒരാൾ മുന്നിൽ വന്നിരുന്ന് കഥ പറയുമ്പോൾ അയാളുടെ സ്റ്റോറി ടെല്ലിംഗ് കപ്പാസിറ്റി കൊണ്ട് മാത്രമാണോ നമുക്ക് ആ സിനിമ അന്നേരം ഇഷ്ടപ്പെട്ടത്? ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കേണ്ടതുണ്ട്. ഇതിന് എഡ്യൂക്കേറ്റഡ് ആയ പ്രിപ്പയർഡ് ആയിട്ടുള്ള പ്രൊഡ്യൂസേഴ്സാണോ പണം മുടക്കുന്നത്? സിനിമ തിയേറ്ററിൽ നിന്ന് കളക്ട് ചെയ്യുക എന്നുള്ളതാണ് ആത്യന്തികമായ ഒരു വലിയ ലാഭം എന്ന് പറയുന്നത്. അതിനിടയ്ക്ക് ഈ OTT പരിപാടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് വലിയ ലാഭങ്ങൾ ഉണ്ടാക്കിയ സിനിമകളുണ്ടായിട്ടുണ്ട്. ഈ ഒരു പ്രസ് മീറ്റ് കുറച്ച് അങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ ഒരു താരത്തിൻ്റെ പേര് പറയുന്നുണ്ട്, അതുപോലെ തന്നെ ഈ OTT പൈസ മുഴുവൻ ഇവർ ഒറ്റയ്ക്ക് വാങ്ങിച്ചെടുക്കല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എൻ്റെ അറിവിൽ നമ്മുടെ OTT വളരെ ശക്തമായി നിൽക്കുന്ന സമയത്ത് ഒരു സൂപ്പർ താരത്തിനെ വെച്ചുകൊണ്ടുള്ള ഒരു സിനിമ, അതിന് 30 കോടി രൂപ എന്തോ ആണ്, 35 കോടി അങ്ങനെ എന്തോ ഞാൻ കേട്ടത്. 35 കോടിക്കാണ് ആ സിനിമ അവർ ഷൂട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഈ പണം മുഴുവനായും പ്രൊഡ്യൂസറിൻ്റെ കയ്യിലേക്ക് പോകും. അതിപ്പോൾ നടന്മാരോ ആരോ ആയിക്കോട്ടെ, പ്രൊഡ്യൂസേഴ്സ് അവരുടെ കയ്യിലേക്ക് മുഴുവനായിട്ട് പോകും. 35 കോടി ഒരു സിനിമ തിയേറ്ററിൽ നിന്ന് കളക്ട് ചെയ്യണമെങ്കിൽ ഒരു 120 കോടിയെങ്കിലും അതിൻ്റെ ഗ്രോസ് കളക്ഷൻ വരണം. അതായത് 100 കോടി ക്ലബ്ബിൽ കയറിയാൽ മാത്രം സ്വപ്നം കാണാൻ പറ്റുന്ന എമൗണ്ട് OTTക്കാർ ഒരു സിനിമ അവർക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മറ്റ് എക്സ്ട്രാ വലിയ ചിലവുകളും കാര്യങ്ങളും ഒന്നുമില്ലാതെ പ്രൊഡ്യൂസറിൻ്റെ പോക്കറ്റിലേക്ക് വളരെ സേഫായി ഇത്രയും പൈസ വരികയാണ്. അങ്ങനെ മേടിച്ചെടുത്ത അത്തരം സിനിമകൾ കുറേ ഉണ്ടായിട്ടുണ്ട് മലയാളത്തിൽ. അതിങ്ങനെ കുറേ ആയിക്കഴിഞ്ഞ് അവസാനം ഇങ്ങനെ ഇവർക്കൊക്കെ ഇത്രയും പൈസ കൊടുത്ത് നമ്മൾ സിനിമകൾ വാങ്ങിച്ചിട്ടും മലയാളത്തിലെ ഈ സിനിമകൾ കാണാൻ വേണ്ടിയിട്ട് ആരും സബ്സ്ക്രിപ്ഷൻ എടുക്കുന്നില്ല എന്ന് തോന്നുമ്പോൾ അവർ കോർപ്പറേറ്റ് കമ്പനിയാണ്. അവർക്ക് മലയാളത്തിലെ അല്ലെങ്കിൽ കേരളത്തിലെ സിനിമാ പ്രൊഡ്യൂസർമാരെയൊക്കെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഉത്തരവാദിത്തം ഏറ്റെടുക്കാനൊന്നും പറ്റില്ല. നല്ല കണ്ടന്റ് ആണെന്നുണ്ടെങ്കിൽ എടുക്കാം. അത് തിയേറ്ററിൽ ഓടി എല്ലാവരും നല്ല അഭിപ്രായമൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ അത് നമ്മുടെ പ്ലാറ്റ്ഫോമിൽ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ മലയാളം സംസാരിക്കുന്നവർ മാത്രമല്ല മറ്റ് ഭാഷയിലുള്ള ആളുകളും ഇത് സബ് ടൈറ്റിൽ വെച്ചോ ഡബ്ഡ് വേർഷനൊക്കെ കാണാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്കത് പർച്ചേസ് ചെയ്യാം എന്നവർ ചിന്തിക്കാമെന്നുള്ളതാണല്ലോ. അതല്ലേ ബേസിക്കലി അവർ ചെയ്യേണ്ടത്. ഏതോ ഒരു കാലത്ത് കുറേ മലയാള സിനിമയ്ക്ക് കോടികൾ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞ് അതവരിപ്പോൾ തരുന്നില്ല. അവർക്ക് തരാൻ മനസ്സില്ലെന്നേ. ഈ OTT വരുന്നതിന് മുമ്പ് മലയാളത്തിൽ സിനിമകൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ടായിരുന്നു, അതൊക്കെ സെയിൽ ചെയ്യപ്പെടുന്നുണ്ടായിരുന്നു, വലിയ കളക്ഷൻ നമ്പറുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ തിയേറ്ററിൽ എന്തുകൊണ്ടാണ് കളക്ഷൻ കുറയുന്നത് എന്ന് നമ്മൾ ആലോചിക്കണം. പ്രേക്ഷകനെ തിയേറ്ററിൽ എത്തിക്കാൻ സിനിമയ്ക്ക് സാധിക്കുന്നില്ലേ? ഇല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിൽ പ്രധാനപ്പെട്ട ഘടകങ്ങളായിട്ട് വരുന്നത്? ഇതൊക്കെ നമ്മൾ ചിന്തിക്കണം. എന്തായാലും നമ്മുടെ പ്രൊഡ്യൂസേഴ്സ് മാസം സിനിമകളുടെ കണക്കുകൾ എടുത്ത് തുടങ്ങി എന്ന് പറയുന്നുണ്ട്. 28ഓളം സിനിമകൾ റിലീസായിട്ടുള്ളതിൽ ഒരു സിനിമ മാത്രമാണ് സാമ്പത്തികമായി സക്സസ് ആയിട്ടുള്ളതെന്ന് അവർ പറയുന്നുണ്ട്. അത് രേഖാചിത്രം എന്ന സിനിമയാണെന്നും പറയുന്നുണ്ട്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതൊരു പണ്ടേ തുടങ്ങേണ്ടതായിരുന്നു. ഓരോ മാസവും കൃത്യമായ കണക്കുകൾ വെച്ചുകൊണ്ട് എന്തൊക്കെ കൊണ്ടായിരിക്കാം ഈ സിനിമകൾ നന്നായി തിയേറ്ററിൽ പെർഫോം ചെയ്തത്, അപ്പോൾ ഇനി വരാനിരിക്കുന്ന സിനിമകൾ നമ്മൾ സ്ട്രാറ്റജിക്കലി എങ്ങനെ അറേഞ്ച് ചെയ്താലാണ് നമുക്ക് കൂടുതൽ ലാഭം ഉണ്ടാക്കാൻ സാധിക്കുക. ഇത് വരുമ്പോൾ മലവെള്ളപ്പാച്ചിൽ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്നു, അതല്ലല്ലോ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഒരുമിച്ച് ഗുണമുണ്ടാവുന്ന രീതിയിൽ എങ്ങനെ നമുക്ക് റിലീസ് പ്ലാൻ ചെയ്യാം. എന്തായാലും ഇങ്ങനെ പോയാൽ നമ്മുടെ ഇൻഡസ്ട്രി തകർന്നടിയും. ഒരു രീതിയിലും ഒരു നിർമ്മാതാവിന് സിനിമ എടുക്കാൻ കഴിയാത്ത രീതിയിൽ മുന്നോട്ട് നീങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ എന്നവർ പറയുന്നുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ മലയാളത്തിൽ ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ കണക്ക് അവർ തന്നെ പറയുന്നത് 200ഓളം സിനിമകൾ വന്നിട്ടുണ്ടെന്നുള്ളതാണ്. 200ഓളം സിനിമകൾ നിർമ്മിച്ചത് 10-16 പ്രൊഡ്യൂസേഴ്സ് ചേർന്നിട്ടല്ല. ഒരുപാട് പ്രൊഡ്യൂസേഴ്സ് മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ പുതുതായിട്ട് പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട്. അഭിനേതാക്കൾ തന്നെ പ്രൊഡ്യൂസേഴ്സായിട്ട് മാറുന്നുണ്ട്. സിനിമ എടുക്കാൻ ഇവിടെ നിർമ്മാതാക്കൾക്ക് കഴിയാത്ത സാഹചര്യം ഉണ്ടാകുന്നില്ല. ഇവരുടെ മുന്നിൽ, ഈ സംഘടനയോടൊക്കെ മുന്നിൽ വന്ന് നിൽക്കുന്ന പ്രൊഡ്യൂസേഴ്സിൽ ചിലർക്ക് സിനിമ എടുക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവാം. സിനിമ എടുക്കാൻ കഴിയാത്ത സാഹചര്യം എന്ന് പറയുന്നത് അത് കുറച്ചും കൂടി കടന്നിട്ട് ഞങ്ങൾ മാത്രമാണ് സിനിമ, ഞങ്ങൾ മാത്രമാണ് നിർമ്മാതാക്കൾ എന്ന് ചിന്തിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പ്രൊഡക്ഷൻ കോസ്റ്റ് ക്രമാതീതമായി വർദ്ധിച്ചിരിക്കുകയാണ് എന്നൊരു കാര്യം അവർ പറയുന്നുണ്ട്. കാലം മാറുന്നതിനനുസരിച്ച് മൊത്തത്തിൽ കാര്യങ്ങളുടെ വിലക്കൂടുതലും ഒത്തിരി സാഹചര്യങ്ങളൊക്കെ മാറുന്നുണ്ട്. പിന്നെ ആർട്ടിസ്റ്റുകളാണെങ്കിലും ടെക്നീഷ്യൻസ് ആണെങ്കിലും അവരിൽ കഴിവുള്ള ആളുകൾക്ക് കേരളത്തിന് പുറത്തും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. ഇവിടെയും നമ്മൾ ടെക്നീഷ്യൻ്റെ പേര് നോക്കിയിട്ട് സിനിമ കാണാൻ കയറുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നുണ്ട്. അതിന് കൃത്യമായി മാർക്കറ്റ് ചെയ്യാൻ അറിയാവുന്നവർ അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കുന്നുണ്ടെന്നാണ് സമീപകാലത്തെ അല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തെ തന്നെ ഹിറ്റ് സിനിമകളൊക്കെ എണ്ണിപ്പെറുക്കി അടുത്ത് വെച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. ഈ പ്രൊഡക്ഷൻ കോസ്റ്റ് കൂടുന്നു എന്ന് പറയുന്ന ആ ഒരു വിഷമം അതിപ്പോൾ നമ്മൾ കർഷകരോട് ചോദിച്ചാൽ അവരും പറയും. പ്രൊഡക്ഷൻ കോസ്റ്റ് കൂട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ സെയിൽസിലും മാർക്കറ്റിങ്ങിലും കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി ആ മുടക്കിയ പൈസ തിരിച്ചു പിടിക്കാനുള്ള ശ്രമങ്ങളാണ് ഉണ്ടാവേണ്ടത്. പിന്നെ OTT യുഗം വന്നതിന് ശേഷം അതുപോലെ നമ്മുടെ സിനിമകളൊക്കെ ഒരു പാൻ ഇന്ത്യൻ ലെവലിലേക്ക് മാറ്റണം എന്ന് ഇവിടെയുള്ള ഫിലിം മേക്കേഴ്സും അതുപോലെ അഭിനേതാക്കളും ഒക്കെ ആഗ്രഹിക്കുന്നതിൻ്റെ ഭാഗമായി കുറച്ച് കൂടിയ പ്രൊഡക്ഷൻ കോസ്റ്റുള്ള സിനിമകൾ സംഭവിക്കുന്നുണ്ടാവാം. ഇപ്പോൾ ഈ ഒരു മാസത്തെ കണക്ക് മാത്രം നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ, അതായത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഒരു ലിസ്റ്റ് പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നു. അതിൽ വളരെ കുറഞ്ഞ ചിലവിൽ ഉണ്ടാക്കിയിട്ടുള്ള സിനിമകളുണ്ട്.
അതും വലിയ ലാഭമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അവിടെ പ്രൊഡക്ഷൻ കോസ്റ്റ് കൂടിയതോ കുറഞ്ഞതോ, സിനിമ എങ്ങനെയാണോ വേണ്ടത്, അതെങ്ങനെയാണോ ആർട്ടിസ്റ്റിക്കലി പ്രേക്ഷകന് കൺവിൻസിങ് ആവുന്ന രീതിയിൽ അവതരിപ്പിക്കേണ്ടത്, അത് ഫിലിം മേക്കേഴ്സിൻ്റെയും ആർട്ടിസ്റ്റുകളുടെയൊക്കെ ഒരു ചോയ്സാണ്. അവരോടൊപ്പം നിൽക്കാൻ പറ്റുമെങ്കിൽ പ്രൊഡ്യൂസർ പൈസ മുടക്കുക. നിങ്ങൾക്ക് പൈസ മുടക്കാനില്ലെങ്കിൽ, ആ റിസ്ക് എടുക്കാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട. ഇപ്പോൾ കഴിഞ്ഞ വർഷം തന്നെ വലിയ വിജയമായ സിനിമകളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ബഹുഭൂരിപക്ഷവും ഈ താരങ്ങൾ തന്നെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള സിനിമകളാണ്. മഞ്ഞുമൽ ബോയ്സ് സൗബിൻ ഷാഹിറിൻ്റെ നേതൃത്വത്തിലാണ് അതിൻ്റെ പ്രൊഡക്ഷൻ നടന്നിട്ടുള്ളത്. അവർ പൈസ എവിടെന്നെങ്കിലും എടുത്തോ, ഇ വന്നോ, അതൊക്കെ സെക്കൻഡറി ആണ്. പക്ഷേ ആ സിനിമയിൽ അവർക്ക് കോൺഫിഡൻസ് ഉണ്ടായിരുന്നതുകൊണ്ട് അവർ പൈസ മുടക്കി. പൃഥ്വിരാജ് പ്രൊഡ്യൂസ് ചെയ്ത സിനിമകൾ ഹിറ്റുകളായിരുന്നു. മമ്മൂട്ടി കമ്പനിയുടെ സിനിമകൾ വിജയം കൈവരിച്ചതുണ്ട്. എത്രയോ സിനിമകൾ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു സബ്ജക്റ്റിൽ കോൺഫിഡൻസ് ഉള്ള ആൾക്കാർ അവർ പണം മുടക്കും. പ്രൊഡക്ഷൻ കോസ്റ്റ് നിങ്ങൾക്ക് ബെയർ ചെയ്യാൻ പറ്റാത്ത ഒന്നാണെങ്കിൽ നിങ്ങൾക്ക് കുറേ പറമ്പുണ്ട്, അവിടെ വിത്തിറക്കാനും കൃഷി ചെയ്യാനുള്ള സാമ്പത്തിക ശേഷി നിങ്ങൾക്കില്ലെങ്കിൽ ഒന്നെങ്കിൽ നമുക്ക് ലോൺ എടുത്ത് ചെയ്യാം, റിസ്ക് എടുക്കലാണത്. അല്ലെങ്കിൽ അത് പാട്ടത്തിന് കൊടുത്തിട്ട് മാറിയിരിക്കുക, അല്ലെങ്കിൽ ആ സ്ഥലം അങ്ങോട്ട് വിൽക്കുക. ഞാൻ പ്രൊഡ്യൂസേഴ്സിന് മുഴുവൻ കുറ്റം പറയുക. അവിടെ വന്നിരുന്ന അത്രയും സീനിയർ ആയിട്ടുള്ള സിനിമയെ അത്രയും പരിചയമുള്ള ആളുകളെ അവരുടെ അറിവിനെ ഒന്നും ചോദ്യം ചെയ്യുകയോ പുച്ഛിക്കുകയോ ഇതൊന്നുമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ വിഷയത്തിലേക്ക് വരുന്നില്ലായിരുന്നു ആ ചർച്ച എന്നെനിക്ക് തോന്നി. മലയാള സിനിമ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളുണ്ടെങ്കിൽ ആ പ്രതിസന്ധികൾക്കുള്ള പരിഹാരമാണ് ആലോചിക്കുന്നതെങ്കിൽ ഈ പറഞ്ഞ കാരണങ്ങൾ നിരത്തിയിട്ട് എങ്ങനെയെങ്കിലും എല്ലാ ചിലവും ഒന്ന് കുറച്ച് തരൂ, ഞങ്ങളെ പടം പ്രൊഡ്യൂസ് ചെയ്യാൻ അനുവദിക്കൂ, ഞങ്ങൾ കുറച്ച് കാശുണ്ടാക്കട്ടെ എന്ന് പറയുന്നത് പോലെ ആ ടോട്ടൽ പത്രസമ്മേളനം എനിക്ക് ഫീൽ ചെയ്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. ആർട്ടിസ്റ്റ് റെമ്യൂണറേഷൻ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത തുകയായിരിക്കുകയാണ്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്നവർ പറയുന്നുണ്ട്. ഒരു മലയാള സിനിമയ്ക്ക് താങ്ങാവുന്നതിൻ്റെ 10 ഇരട്ടിയാണ് ഒരു ആർട്ടിസ്റ്റ് ചോദിക്കുന്ന റെമ്യൂണറേഷൻ എന്ന് പറയുന്നത്. യാതൊരു കമ്മിറ്റ്മെൻറ്റ്സും ഇവർക്ക് ഇൻഡസ്ട്രിയോടില്ല. ഇവരുടെ പൈസ കുറയ്ക്കാതെ മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ കയ്യിലൊരു ഗംഭീര തിരക്കഥയുണ്ട്. ആ ഒരു തിരക്കഥ ഒരാൾ വന്ന് പറഞ്ഞു കേൾപ്പിച്ചു, കൊള്ളാം, ഇതൊരു സിനിമയാക്കി കഴിഞ്ഞാൽ ഇത് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലായിട്ടുണ്ട്. ഇന്ന താരമുണ്ടെങ്കിൽ ഈ സിനിമ നമുക്ക് നന്നായി ചെയ്യാൻ പറ്റുമായിരിക്കും. ആ താരത്തിനോട് ചോദിച്ചപ്പോൾ അയാളുടെ റേറ്റ് നമുക്ക് താങ്ങാൻ പറ്റില്ല. ഇപ്പോൾ മലയാളത്തിൽ ഒരു ആക്ഷൻ സിനിമയ്ക്ക് പറ്റിയ സ്ക്രിപ്റ്റ് എൻ്റെ കയ്യിൽ കിട്ടി. ഞാനൊരു പ്രൊഡ്യൂസറിനെ ചെന്ന് കണ്ട് സംസാരിച്ചു, ഓക്കെയാണ്. എനിക്കൊരാഗ്രഹമുണ്ട്, അത് യാഷ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കുമെന്ന്. യാഷിനോട് ചെന്ന് ഡേറ്റ് ചോദിച്ചു. അയാൾ പറയുന്ന റേറ്റ് നമുക്ക് സങ്കല്പിക്കാൻ പറ്റില്ല. പ്രഭാസിനെ കണ്ട് റേറ്റ് ചോദിച്ചിട്ട് നമുക്ക് പറ്റില്ല, അവരുടെ റേറ്റ് നമുക്ക് താങ്ങാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, അതിൽ താഴെയുള്ള ഒരു സ്കെയിലിൽ നിൽക്കുന്ന ആർട്ടിസ്റ്റ് ഉണ്ടോ, അല്ലെങ്കിൽ ഇതിന് ഒരുപാട് സ്കോപ്പുള്ള മറ്റു പല സിനിമകളിലും ചെറിയ വേഷങ്ങൾ ചെയ്തിട്ടുള്ള പക്ഷേ നല്ലൊരു അവസരം കിട്ടിയാൽ തിളങ്ങുന്ന താരങ്ങൾ മലയാളത്തിലുണ്ട്, താരമാകാൻ പറ്റുന്ന അഭിനേതാക്കൾ മലയാളത്തിലുണ്ട്. നമ്മൾ അവരിലേക്ക് പോകാമെന്നുള്ളതാണല്ലോ. സൂപ്പർ താരം തന്നെ വന്ന് അഭിനയിക്കണം, അല്ലെങ്കിൽ ഇന്ന താരം തന്നെ വന്ന് അഭിനയിക്കണം, അവർ കോസ്റ്റ് കുറച്ച് വിടുവാന്ന് അഭിനയിക്കണം. ഈ രണ്ട് വാശിയും നമുക്ക് എങ്ങനെയാണ് പിടിക്കാൻ പറ്റുക? അവരൊരു ആർട്ടിസ്റ്റാണ്, ആർട്ടിസ്റ്റ് പോട്ടെ, ടെക്നീഷ്യൻ്റെ കാര്യം എടുത്താലും അയാൾ ചെയ്യുന്ന പണി അയാൾക്ക് ഏറ്റവും വെടിപ്പായി ചെയ്യാൻ പറ്റുന്നതുകൊണ്ട്, അത് കാണാൻ ആളുള്ളത് കൊണ്ട് അവർ പൈസ കൂട്ടി ചോദിക്കുന്നു. ഇനി അവർ പൈസ കൂട്ടി ചോദിക്കുന്നത് ചിലപ്പം അന്യായമായിരിക്കും. ഇത്രയൊന്നും റേറ്റ് ഒന്നും കൊടുത്ത് നമുക്ക് അവരെടുക്കാൻ പറ്റില്ല. വേണ്ട, നമുക്ക് വേറെ ആളെ നോക്കാമല്ലോ. മലയാള സിനിമ താരകേന്ദ്രീകൃതമാകുന്നു, അല്ലെങ്കിൽ ഇത്തരം സിനിമകൾ ഉണ്ടാകുന്നതുകൊണ്ട് താരങ്ങൾക്ക് മാത്രമാണ് ഗുണമുള്ളത് എന്നൊക്കെ പിന്നീട് ഈ പത്രസമ്മേളനത്തിൽ തന്നെ അവർ പറയുന്നുണ്ട്. അങ്ങനെ താരങ്ങൾക്ക് ഗുണമുണ്ടാകുന്നത് താരങ്ങളെ നമ്മൾ എടുക്കുന്നതുകൊണ്ടാണ്. ഇപ്പോൾ ഇവിടെ സുരേഷ് കുമാർ, അദ്ദേഹമാണ് കൂടുതൽ സംസാരിച്ചിട്ടുള്ളത്. അദ്ദേഹം ഒരു 4 പടം പിടിക്കുകയാണ്. ആ 4 പടത്തിലും പുതിയൊരാളെ വെച്ച് ഗംഭീരമായിട്ട് അഭിനയിക്കാൻ പറ്റുന്ന ഒരാളെ ഒരുപാട് ഓഡീഷൻസൊക്കെ നടത്തി എത്രയോ ആളുകൾ അഭിനയമോഹമായിട്ട് നടക്കുന്നു. അതിലൊരാളെ കണ്ടെത്തുകയും അയാൾക്ക് കൂടുതൽ അവസരങ്ങൾ കൊടുക്കുകയും അയാളെ ഒരു താരമാക്കി മാറ്റിയെടുക്കുകയും ചെയ്യുമ്പോൾ അയാൾ താരമായതിനു ശേഷം ചിലപ്പോൾ അഫോർഡ് ചെയ്യാൻ പറ്റില്ലായിരിക്കും. പക്ഷേ നമുക്ക് 4 ഗംഭീര സിനിമകൾ ഉണ്ടാക്കാൻ പറ്റില്ലേ ഈ ബഡ്ജറ്റിനുള്ളിൽ നിന്നുകൊണ്ട്? പക്ഷേ അത് ചെയ്യില്ല. കാരണം അത് ആ സിനിമ സെല്ലാവണമെങ്കിൽ, ഇപ്പോൾ TV-ക്കാർ സാറ്റലൈറ്റ് സെല്ലാവണമെന്നുണ്ടെങ്കിൽ, OTT സെയിലാവണമെന്നുണ്ടെങ്കിൽ, ഓവർസീസിൽ ഇതിന് കൂടുതൽ ആൾക്കാർ വരണമെന്നുണ്ടെങ്കിൽ, പൈസ തരണമെന്നുണ്ടെങ്കിൽ, ഇതിനൊക്കെ ഒരു താരത്തിൻ്റെ മുഖം വേണം. ആ മുഖം വെച്ചുകൊണ്ടാണ് ഈ പ്രൊഡ്യൂസർ ഈ സിനിമയെ മുഴുവൻ പലയിടങ്ങളിലായിട്ട് വിറ്റഴിക്കുന്നത്. അപ്പോൾ എൻ്റെ മുഖം വെച്ച് നിങ്ങളൊരു പ്രോഡക്റ്റ് സെല്ല് ചെയ്യുമ്പോൾ എനിക്ക് ഇത്ര പൈസ വേണമെന്ന് അയാൾക്ക് പറയാം. പറ്റില്ലെങ്കിൽ വേണ്ട, പക്ഷേ എനിക്ക് പറ്റുന്ന റേറ്റ് വന്നേ പറ്റൂ, ഞങ്ങൾ മാത്രമേ ഇവിടെ പടം ചെയ്യുന്നുള്ളൂ, സ്വന്തമായിട്ട് പടം ചെയ്യാൻ സമ്മതിക്കില്ല എന്നൊക്കെയുള്ള, അതായത് താരങ്ങൾ സിനിമ എടുക്കേണ്ട കാര്യമില്ല എന്നുള്ള രീതിയിലൊരു സാധനം വരുന്നുണ്ട്. നമുക്ക് അതിലേക്ക് വരാം. ടാക്സ് കുറയ്ക്കാൻ പറഞ്ഞിട്ട് ചെയ്യുന്നില്ല. 1 രൂപയ്ക്ക് 30 പൈസ എന്നുള്ള രീതിയിൽ, അതായത് 100 രൂപയുടെ ടിക്കറ്റ് നമ്മൾ എടുക്കുമ്പോൾ 30 രൂപ ഗവൺമെൻറ് ടാക്സ് ആയിട്ട് പോകുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇത്രയൊക്കെ പൈസ കിട്ടിയിട്ടും 5 പൈസയുടെ ഗുണം ഇൻഡസ്ട്രിക്ക് ഉണ്ടാകുന്നില്ല എന്നും അവർ പറയുന്നുണ്ട്. അത് തീർച്ചയായും കണക്കുകൾ നിരത്തിക്കൊണ്ട് നമുക്കിതിനെ എങ്ങനെയാണ് സസ്റ്റൈനബിൾ ആയിട്ടുള്ളൊരു മോഡൽ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് ഗവൺമെൻറ്റുമായിട്ട് നടത്തേണ്ട ചർച്ചകളാണ്. അത് പക്ഷേ പെട്ടെന്നൊന്നും തീരുമാനമാവുന്ന ഒന്നല്ല. പിന്നെ ഇതൊരു എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രിയാണ്, ഒരു അവശ്യ സർവീസ് എന്ന് പറയുന്നൊരു കാര്യമല്ല, ഇതൊരു വിനോദോപാധിയാണ്. അപ്പോൾ അത് കൺസ്യൂം ചെയ്യാം. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ തിയേറ്ററിൽ ടിക്കറ്റ് റേറ്റ്സ് ഒക്കെ തന്നെ എടുത്ത് നോക്കും. ഒരു 100-130 രൂപയ്ക്ക് മുകളിലാണ് എല്ലായിടത്തും ടിക്കറ്റ് റേറ്റ്സ് എന്ന് പറയുന്നത്. നമ്മളത് ഷോപ്പിംഗ് മാളിലുള്ള ഇപ്പോൾ PVRലോ സിനിപോളിസിലോ ഒക്കെ പോയി കാണുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും റേറ്റ് കൂടുകയാണ്, അവിടെയുള്ള മറ്റു കാര്യങ്ങളുടെയും റേറ്റ് കൂടുകയാണ്. അപ്പോൾ അതിനനുസരിച്ച് ആ സർവീസ് കൺസ്യൂം ചെയ്യുന്ന
ആളുകളുടെ കപ്പാസിറ്റിയെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് അതിൽ നിന്ന് എങ്ങനെ മാക്സിമം വരുമാനം ഉണ്ടാക്കാം എന്ന് ഗവൺമെൻറ് ചിന്തിക്കുക. അങ്ങനെയൊക്കെയാണ് അവരുടെ പ്രോസസ്സ് നടക്കുക. അപ്പോൾ ഞങ്ങൾക്കിതിൽ ലാഭം ഉണ്ടാവുന്നില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കുറച്ച് തരണമെന്ന് പറയുന്നത്, തീർച്ചയായും ചർച്ചകൾ ഉണ്ടാവട്ടെ, ചർച്ചകളിൽ നിന്ന് നല്ല തീരുമാനങ്ങൾ ഉണ്ടാവട്ടെ, സിനിമ ഇൻഡസ്ട്രിക്ക് ഗുണകരമാവുന്ന തീരുമാനങ്ങൾ ഉണ്ടാവട്ടെ. അടുത്തൊരു പോയിന്റ്, OTT കച്ചവടം നടക്കുന്നില്ല. ആർക്കും വേണ്ട. സിനിമ തിയേറ്ററിൽ നന്നായാൽ OTTക്കാരൊരു വില പറയും, അവർക്ക് കൊടുത്തോണം. 6 മുതൽ 10 മാസം വരെ സമയം എടുത്തിട്ടാണ് അവർ പൈസ തരുന്നത്. അപ്പോൾ ഫിനാൻസ് വാങ്ങിയിട്ടാണ് പല ആളുകളും സിനിമ എടുക്കുന്നത്. അപ്പോൾ OTTക്കാർ തരുന്ന പൈസ കൊണ്ട് ഫിനാൻസുകാർക്ക് കൊടുത്തിട്ട് അത് സെറ്റിൽ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും നടക്കാറില്ല. അതുകൊണ്ട് ഫിനാൻസുകാർ ഇപ്പോൾ പൈസ തരുന്നില്ല എന്നൊക്കെയാണ് ഇവർ മുന്നോട്ട് വെക്കുന്ന മറ്റൊരു വാദം. OTTക്കാരുടെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു. ഇപ്പം മലയാളത്തിൽ ഈ കഴിഞ്ഞ മാസം റിലീസായിട്ടുള്ള 28 സിനിമകളുടെ കണക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതിൽ ഒരു സിനിമയുടെ കഥയെന്ന് പറയുന്നത് ഒരമ്മൂമ്മ അവർക്ക് ഒരു പരിചയമില്ലാത്ത ഒരു കുട്ടീനെ സരോഗസി ചെയ്ത് ഉണ്ടായിട്ടുള്ളൊരു കുട്ടിയാണ്. അപ്പോൾ ആ കുട്ടിയെ പ്രസവിച്ച അമ്മയ്ക്ക് കുഞ്ഞിനെ നോക്കാൻ താല്പര്യമില്ല, ഇതിനവരെ ഏൽപ്പിച്ച അമ്മയ്ക്കും കുട്ടിയെ നോക്കാൻ താല്പര്യമില്ല. അപ്പോൾ ഈ അമ്മൂമ്മ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ഈ കുട്ടിയെ എടുത്തുകൊണ്ട് പോവുകയാണ്. ഇവരെടുത്തുകൊണ്ട് പോകുന്നത് വെച്ചാൽ ഇവർക്ക് വേറെ വീടും കുടുംബവും പരിചയവും ഒന്നുമില്ല. ഈ കുഞ്ഞിനെ ഇവർക്ക് കിട്ടിയോ, എനിക്ക് എൻ്റെ കുഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ കുഞ്ഞിനെയും കൊണ്ട് ഒരു KSRTC ബസ്സിൽ കയറി ഹൈ റേഞ്ച് മലയുടെ ഏതോ മോളിൽ പോയിട്ട് കൂറ്റിരുട്ടത്ത് കാട് കയറി മല കയറി നടന്നു പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ആ സമയത്ത് അവിടെ തോട്ടമണിക്കൊക്കെ നിൽക്കുന്ന ഒരു തമിഴൻ വന്ന് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ആരാ എന്താണെന്ന് ചോദിക്കുമ്പോൾ ഇവരൊന്നും പറയാതെ കാട്ടിലേക്ക് കയറി പോവുകയാണ്. അപ്പോൾ തമിഴനും കുറച്ച് നേരം നോക്കി നിന്ന് എന്താ നമുക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ള ഭാവത്തിൽ തിരിഞ്ഞു പോവുകയാണ്. തമിഴന്മാരെയൊക്കെ ഭയങ്കരമായിട്ട് വില കുറച്ച് കാണാം, ഇത്ര മനുഷ്യപ്പറ്റില്ലാത്ത ആളുകളായിട്ടൊന്നും അവരെ കാണരുത്. അപ്പോൾ ഈ അമ്മൂമ്മ ഇതേപോലെ കാട് കയറിപ്പോയി ഈ കൈക്കുഞ്ഞുമായിട്ടാണ് ഇവർ ഈ പോകുന്നത്. ഇവർക്ക് തന്നെ നടക്കാൻ വയ്യ, ഇവർക്ക് രോഗം മൂർച്ഛിച്ച് വേറെ എന്തൊക്കെയോ അവസ്ഥയായിട്ടിരിക്കുകയാണ്. അങ്ങനെ പോയി നരി ഇറങ്ങുന്ന വഴി, അതായത് അതുവഴി ആരും സർവൈവ് ചെയ്യാൻ സാധ്യതയില്ല എന്ന് ആ നാട്ടിൽ തന്നെയുള്ള ആൾക്കാർ പറയുന്നുണ്ട്. ആ വഴിയൊക്കെ കയറി ഇറങ്ങി നട്ടപ്പാതിലേക്ക് ഒരു കമ്പിളിപ്പുതപ്പ് പോലും ഇല്ലാതെ ഇവർ ഈ കൊച്ചിനെയും പിടിച്ച് മല കയറി ഇറങ്ങി പോവുകയാണ്. എന്നിട്ട് ഈ മല മുഴുവൻ കയറി അപ്പുറത്ത് ചെന്ന് അവിടെ ഒരു വീട്ടിൽ താമസം തുടങ്ങി. ആ നാട്ടുകാരൊക്കെ വിശ്വസിക്കാൻ തുടങ്ങി ഇവർ കുറേ കാലമായിട്ട് അവിടെ ഉള്ളതാണ്. എന്നിട്ട് ഇവർ പറയുന്ന കള്ളക്കഥയൊക്കെ വിശ്വസിച്ചുകൊണ്ടിരിക്കുക. ഇതിനെ ഭയങ്കര മ്യൂസിക്കൊക്കെ ഇട്ട് ഭയങ്കര മാതൃസ്നേഹമൊക്കെ ഇട്ട് സിനിമയിൽ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് മനസ്സിലാവുന്നില്ല, ഇത് ആരുടെ ലോജിക്കിനെയാണ് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന് പണം മുടക്കിയൊരു പ്രൊഡ്യൂസർ ഉണ്ടല്ലോ, അയാൾ ഏത് പോയിന്റിലായിരിക്കും ഇതിൽ കൺവിൻസ്ഡ് ആയിട്ടുണ്ടാവുക? പോട്ടെ, നമുക്കൊരു കുഞ്ഞു സിനിമയിൽ നിന്ന് നേരെ ഐഡൻറ്റിറ്റിയിലേക്ക് പോകാം. ഐഡൻറ്റിറ്റി എന്ന് പറയുന്ന സിനിമയുടെ അതിൻ്റെ കാരണങ്ങൾ, അതായത് അതിൻ്റെ ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ കാണിക്കുന്ന ഒരു ചുരുളഴിക്കുന്ന ട്വിസ്റ്റുകളാണ് പറയുന്നത്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഈ ഭാഗം വേണമെങ്കിൽ സ്കിപ്പ് ചെയ്തു, ഒരു 2 മിനിറ്റ് അങ്ങോട്ട് സ്കിപ്പ് ചെയ്തു. ഒരു കോടീശ്വരനായ, ഇതിൻ്റെ ബേസ് കഥ നമ്മൾ എടുത്ത് നോക്കിയാൽ കോടീശ്വരനായിട്ടുള്ള ഒരാൾ അയാൾക്ക് മോശമാവുന്ന രീതിയിൽ റിപ്പോർട്ട് ചെയ്ത ഒരു മാധ്യമ പ്രവർത്തകനെ ചെന്ന് കൊല്ലുകയാണ്. ഈ കൊല്ലുന്നത് മാധ്യമപ്രവർത്തകൻ്റെ ഭാര്യ കണ്ടു. ഇത് ഇയാൾ അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഈ കേസ് കോടതിയിലെത്തിയപ്പോൾ മാധ്യമപ്രവർത്തകൻ്റെ ഭാര്യ ഇയാൾക്കെതിരെ സാക്ഷി പറഞ്ഞു. ദൃക്സാക്ഷി ഉണ്ടല്ലോ, അപ്പം വലിയ ശിക്ഷ കിട്ടും. പക്ഷേ അതിൻ്റെ കേസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സാക്ഷികളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു സ്കീമിൻ്റെ ഭാഗമായിട്ട് ഇവരുടെ പേരും അഡ്രസ്സും മാറ്റിയിട്ട് ഇവരെ കേരളത്തിലെ ഒരു സ്ഥലത്തേക്ക് മാറ്റി പാർപ്പിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഇന്ത്യയിൽ ഒരു ഉദ്യോഗസ്ഥൻ്റെ കയ്യിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ ഉദ്യോഗസ്ഥനാണെങ്കിൽ കൈക്കൂലി വാങ്ങിച്ച് ഡീറ്റെയിൽസ് ഈ പ്രതികളായിട്ടുള്ള ആളുകൾക്ക്, അതായത് വിറ്റ്നസിൻ്റെ ഡീറ്റെയിൽസ് പ്രതികളായിട്ടുള്ള ആളുകൾക്ക് മറിച്ച് കൊടുക്കുന്ന ഒരാളാണ്. ആ ഡീറ്റെയിൽസ് ഇട്ടിട്ട് ഈ കോടീശ്വരന് എന്താണ് ചെയ്യാൻ പറ്റുക? ആ സ്ത്രീയെ വേണമെങ്കിൽ ഒരു ലോക്കൽ ഗുണ്ടയെ വിട്ടിട്ട് കൊല്ലിക്കാം. കൊന്നു കഴിഞ്ഞാൽ ആ ലോക്കൽ ഒരു കേസ് ഉണ്ടാവും. ചിലപ്പോൾ ക്രൈം ബ്രാഞ്ച് അന്വേഷിക്കും. പോട്ടെ, CBI വരെ, CBIയിലേക്കൊന്നും പോകില്ല, അതൊരു ക്രൈം ബ്രാഞ്ച് അന്വേഷണം വരെയൊക്കെ പോവുള്ളൂ. ഒരു പെട്ടെന്നുണ്ടായ ഒരു വാക്കേറ്റത്തിൻ്റെ പേരിലോ ആൾ മാറി കുത്തി എന്നൊക്കെ പറഞ്ഞാൽ എന്ത് പരിപാടി വേണമെങ്കിലും ചെയ്യാൻ പറ്റും. ഇയാൾ അത്രയും കോടീശ്വരനായിട്ടുള്ള ആളാണ്. പക്ഷേ ഇയാളുടെ അടുത്ത് ഈ വിറ്റ്നസ് പ്രൊട്ടക്ഷൻ പ്രോഗ്രാമിൻ്റെ ഓഫീസർ വന്നിട്ട് പറയാം, സാർ എൻ്റെ കയ്യിലൊരു സൂപ്പർ ഐഡിയ ഉണ്ട്, എന്താണ് നിൻ്റെ ഐഡിയ, കേൾക്കട്ടെ. അതായത് ഈ വിറ്റ്നസ് പ്രൊട്ടക്ഷൻ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് ഈ സ്ത്രീ മാത്രമല്ല വേറെ കുറച്ച് ആൾക്കാരെയും കൂടി തട്ടാനുണ്ട്. അപ്പോൾ എൻ്റെ മൈൻഡിലുള്ളൊരു ഐഡിയ എന്ന് പറയുന്നത്, ഇവരെല്ലാവരും ഒരുമിച്ച് കയറുന്നൊരു ഫ്ലൈറ്റ് ഉണ്ട്, നമുക്ക് ആ ഫ്ലൈറ്റ് അങ്ങോട്ട് ക്രാഷ് ചെയ്യിപ്പിക്കാം. ഫ്ലൈറ്റ് ക്രാഷ് ചെയ്യിക്കാനല്ലേ? ഇതിപ്പോൾ എങ്ങനെ നമുക്ക് ഫ്ലൈറ്റ് ക്രാഷ് ചെയ്യിക്കാൻ പറ്റുക? സാർ, അന്ന് പറന്നുയരാൻ പോകുന്ന ആ ഫ്ലൈറ്റുമായി ബന്ധപ്പെട്ട് ആ ഫ്ലൈറ്റിലിരിക്കുന്ന ഓഫീസേഴ്സ്, പിന്നെ ഏവിയേഷൻ്റെ ഭാഗമായിട്ടുള്ള മറ്റു ഉദ്യോഗസ്ഥർ, ഇവരിലൊക്കെ പെൺമക്കളുള്ള അച്ഛന്മാരൊക്കെ ഉണ്ടാവുമല്ലോ. ആ പെൺമക്കളെയൊക്കെ നമ്മൾ ചേസ് ചെയ്യുന്നു. എന്നിട്ട് അവരുടെയൊക്കെ നഗ്ന വീഡിയോ പകർത്തുന്നു. അതിവരുടെ ബന്ധുക്കളെയൊക്കെ കാണിച്ച് ഈ വീഡിയോ പബ്ലിക്കാക്കും, അല്ലെങ്കിൽ ഫ്ലൈറ്റ് ക്രാഷ് ചെയ്യിക്കണമെന്ന് പറയുന്നു. അവർ ക്രാഷ് ചെയ്യിക്കുന്നു. സൂപ്പർ ഐഡിയ അല്ലേ സാർ എന്ന് അയാൾ ചോദിക്കുകയാണ്. ഈ കോടീശ്വരന് പരിപാടി മനസ്സിലായി, ഇവന് കിറുക്കാണ്. ആ പുള്ളി കടക്ക് പുറത്ത് OMKV എന്ന് പറഞ്ഞു വിട്ടു. ഇവൻ എന്താക്കാണ്, ഇവൻ്റെ ഈഗോ പ്രശ്നമാണ്, ഇവൻ അവരെയൊക്കെ ഫ്ലൈറ്റ് ക്രാഷ് ചെയ്യിച്ചിട്ടേ പറ്റൂ. അതായത് ഒരു ലോക്കൽ പോലീസ് കേസായി തീരേണ്ട ഒരു കേസിനെ ചിലപ്പോൾ CBIയും റോയും പറ്റിയ FBI വരെ അന്വേഷിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു വലിയ കേസാക്കി മാറ്റുന്ന ഐഡിയയുമായിട്ട് നടക്കുന്ന ഒരു മണവണാഞ്ചം വില്ലൻ. ഇതിനെയും നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഇത് ഓൾറെഡി OTT സെയിലായതാണ്. ആ OTTക്കാരുടെ അവസ്ഥ ആലോചിക്കുമ്പോൾ എനിക്ക് സങ്കടമുണ്ട്.
മേക്കിംഗ് ക്വാളിറ്റി നല്ലതായിരുന്നു, ഒരു പുതിയ ട്രീറ്റ്മെൻറ്റ് എന്തൊക്കെയോ അതിനകത്ത് ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ഫീല് ജനിപ്പിക്കുമ്പോഴും അടിസ്ഥാനപരമായി കഥ ഇങ്ങനെയാണ്. ഇതിനകത്തൊന്ന് റീവർക്ക് ചെയ്യുക, ഇതിലെന്താണ് നമുക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചെയ്യാൻ പറ്റുക, മറ്റേ പപ്പ പരിപാടി നിന്ന് മാറ്റിയിട്ട് എന്തൊക്കെ ചെയ്യാം, ഇങ്ങനെയുള്ള ഡിസ്കഷൻസ് ഒക്കെ നടക്കുന്നതിന് പകരം സ്ട്രെയിറ്റ് അവേ സിനിമയാക്കുകയാണോ എന്ന് പോലും സംശയം തോന്നി പോവാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാക്കപ്പെടുന്ന സിനിമകൾ തിയേറ്ററിൽ വർക്കാവുന്നില്ല. തിയേറ്റർ കഴിഞ്ഞ് പ്രേക്ഷകൻ മടുത്തു വെറുത്തു എന്ന് പറയുന്ന സിനിമയെ ഇനി OTT-കാർ എടുക്കണം എന്നാഗ്രഹിച്ചിട്ട് കാര്യമില്ല. ഫസ്റ്റ് ഈ OTT നമുക്ക് എക്സ്ട്രാ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന മാർഗ്ഗമാണ്. അങ്ങനെയുള്ള കോൺടാക്ട്സ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് സിനിമ പ്രൊഡ്യൂസ് ചെയ്ത് OTT-കാരിൽ നിന്ന് കൃത്യമായി പണം വാങ്ങിച്ചെടുക്കുന്ന ബുദ്ധിയുള്ള പ്രൊഡ്യൂസർമാർ നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷേ സിനിമ തിയേറ്ററിൽ നിന്ന് കളക്ട് ചെയ്യുന്ന പണത്തെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് അതിന് പറ്റുന്ന പ്രേക്ഷകനെ തിയേറ്ററിലേക്ക് എത്തിക്കാൻ പറ്റുന്ന സിനിമയാണ് അല്ലെങ്കിൽ അത്തരമൊരു തിരക്കഥയാണ് എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ ഇറങ്ങുന്നതല്ലേ ബുദ്ധി. അല്ലാതെ OTT-കാർ കാശ് തരുന്നില്ല, അതുകൊണ്ട് ഫിനാൻസുകാർ നടക്കുന്നില്ല, അതുകൊണ്ട് പരിപാടി ശരിയാവുന്നില്ല എന്ന് പറയുന്നത് ട്യൂഷൻ ടീച്ചർ ഹോംവർക്ക് ചെയ്യിപ്പിച്ചിട്ടില്ല, അതാണ് പ്രശ്നം എന്ന് നമ്മൾ പറയുന്ന പോലെയാണ്. നമ്മൾ പഠിക്കാനുള്ളത് നമ്മൾ പഠിച്ചേ പറ്റൂ. തിയേറ്ററുകൾ തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഈ ഇലക്ട്രിസിറ്റി ചാർജൊക്കെ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്, അത് തിയേറ്ററുകാരെ ബാധിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. തിയേറ്ററുകാർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ അത് പ്രത്യേകം നമ്മൾ പറയുമ്പോൾ ഇപ്പം PVR, സിനിപോളിസ് തുടങ്ങിയിട്ടുള്ള ഭീമൻ ചെയിനുകളെക്കുറിച്ചല്ല, ശൃംഖലകളെക്കുറിച്ചല്ല നമ്മൾ സംസാരിക്കുന്നത്. ഒറ്റപ്പെട്ട തിയേറ്ററുകൾ നടത്തുന്ന ആളുകളുണ്ട്, അവരനുഭവിക്കുന്ന കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. എനിക്കറിയാവുന്ന തിയേറ്റർ ഓണേഴ്സിനോട് സംസാരിക്കുമ്പോഴും ഇതിൽ നിന്നൊരു ലാഭം ഉണ്ടാക്കി. കാര്യം ഇതൊരു വലിയ ബിസിനസ്സാണ്, ഒത്തിരി ആളുകൾ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്, ഒരുപാട് ടെക്നിക്കൽ കാര്യങ്ങൾ നടക്കേണ്ടതുണ്ട്, കൃത്യമായ അപ്ഡേഷൻസ് നടക്കേണ്ടതുണ്ട്. ഇതൊക്കെ ചെയ്യേണ്ടി വരുന്ന ഒരു തിയേറ്റർ ഓണറെ സംബന്ധിച്ച് അയാൾക്ക് അത്രയും പാഷൻ അതിനോടുണ്ടെങ്കിൽ മാത്രമാണ് ഇതിൽ നിന്ന് കിട്ടുന്ന ലാഭം വളരെ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു മാർജിൻ വളരെ കുറവായിരിക്കണം. കാരണം ഈ പറഞ്ഞ എക്സ്പെൻസ് ഒക്കെ ഉണ്ട്, തൊഴിലാളികളുണ്ട്, തിയേറ്ററിൻ്റെ അപ്ഡേഷൻ കൃത്യമായ ഇടവേളകളിൽ നടത്തണം, വേറെയും കുറേ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അതിനെ നമുക്ക് എങ്ങനെ ആ തിയേറ്ററുകളായി തന്നെ നിലനിർത്തുന്നതിന് വേണ്ടി തിയേറ്റർ ഓണേഴ്സിന് കൊടുക്കേണ്ട ഒരു പരിഗണനയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് എന്നെനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ഈ ഇരിക്കുന്ന എല്ലാവരും കൂടി ഒരു തീരുമാനമെടുത്തു. ജൂൺ 1 സിനിമ നിർത്തുന്നു. നോ പ്രൊഡക്ഷൻ, നോ എക്സിബിഷൻ, എല്ലാം ഞങ്ങൾ നിർത്തുന്നു, ടോട്ടൽ ഷട്ട് ഡൗണിലേക്ക് എന്നൊക്കെയാണ് പറയുന്നത്. എനിക്കതിൻ്റെ ലോജിക്ക് അതങ്ങോട്ട് എനിക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഞങ്ങൾക്ക് ലാഭകരമായ രീതിയിൽ ഇത് ചെയ്യാൻ പറ്റുന്നില്ല, അതുകൊണ്ട് മൊത്തം നിർത്തിച്ചിട്ട് ഞങ്ങൾക്ക് ലാഭം ഉണ്ടാക്കുന്ന രീതിയിൽ കാര്യങ്ങൾ വരട്ടെ എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യുന്നത് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. നമുക്കിതിൽ നിന്ന് ലാഭം ഉണ്ടാക്കാൻ പറ്റുന്നില്ല. അതിൻ്റെ കാര്യകാരണങ്ങളെക്കുറിച്ച് കൃത്യമായ പഠനങ്ങൾ നടത്തുകയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുന്നതിന് പകരം നമുക്ക് എല്ലാം നിർത്തിച്ച് എല്ലാവരും ഞങ്ങളുടെ ചൊൽപ്പടിക്ക് വരട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ സംസാരിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. ചിലപ്പോൾ ഒരു സിനിമ സമരം അനിവാര്യമായിരിക്കാം, പക്ഷേ ഈ കാരണങ്ങളുടെ അവതരണവും ഈ ഒരു അവതരണവും ഇത് കേൾക്കുമ്പോൾ എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്. കാരണം സിനിമ പിടിക്കാൻ വയ്യ, നഷ്ടം മുഴുവൻ പ്രൊഡ്യൂസറിന്, ബാക്കി ആർക്കും നഷ്ടമില്ല. അതൊരു വലിയ യാഥാർത്ഥ്യമുണ്ടോ. ഈ സിനിമയെ ബാധിക്കുന്നു, മറിച്ചാണെന്ന് പറയുന്ന ഈ ഇപ്പോൾ റിവ്യൂവിനെ കുറ്റം പറഞ്ഞു വന്നിരുന്ന സമയത്തും അല്ലാതെ ഈ നെഗറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങൾ സിനിമയെ ബാധിക്കുന്നതിനെക്കുറിച്ചും ഈവൻ പൈറസിയെക്കുറിച്ച് സംസാരിക്കുമ്പോഴും സിനിമയെ നിങ്ങൾ നശിപ്പിക്കരുത് എന്ന് പറയുന്ന താരങ്ങളൊന്നും അവരുടെ പ്രതിഫല തുകയിൽ യാതൊരു മാറ്റവും വരുത്തുന്നില്ല. ഇത് അൾട്ടിമേറ്റ്ലി സിനിമ ഒരു പരാജയമായി മാറുമ്പോൾ അതൊരു വലിയ സ്കെയിലിൽ അവതരിപ്പിച്ചതിൻ്റെ പേരിൽ ഒരു പാൻ ഇന്ത്യൻ റീച്ച് കിട്ടുന്ന ഒരു അഭിനേതാവിന് ഗുണമുണ്ടാകുമ്പോൾ പോലും പ്രൊഡ്യൂസറിന് അതിൻ്റെ എന്തുമാത്രം ഗുണമുണ്ടാവും എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ്. നഷ്ടം മുഴുവൻ ഒരാളിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുകയാണ് അവിടെ ചെയ്യുന്നത്. അതിന് നമുക്ക് കളക്റ്റീവായി എന്ത് മാറ്റം കൊണ്ടുവരാൻ സാധിക്കും? അങ്ങനെ ഒരു ചിന്ത എന്തുകൊണ്ടാണ്? അതായത് നിർമ്മാതാവ് എന്ന് പറയുന്ന ആൾ, പൈസ മുടക്കുന്ന ആൾ, അയാൾ പൈസ മുടക്കും, അതിൻ്റെ ലാഭവും അയാൾ മാത്രം എടുക്കും എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിൽ നിന്ന് മാറി മറ്റൊരു സിസ്റ്റത്തിനെ കുറിച്ച് നമുക്ക് എന്തുകൊണ്ടാണ് ചിന്തിക്കാൻ സാധിക്കാത്തത്? 1 2 കോടി വാങ്ങുന്ന ഡയറക്ടേഴ്സ് ഉണ്ട്, അവർക്ക് പണി അറിയാവുന്നതുകൊണ്ട് അവർ കൂടുതൽ ചോദിക്കുന്നത് നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ കൊടുത്താൽ പോരെ എന്നാണ് എനിക്ക് അതിനോട് തിരിച്ചു ചോദിക്കാൻ തോന്നിയത്. കത്തി ജ്വലിച്ച് നിൽക്കുന്ന പലരും, അതായത് ഇന്ന് കത്തി ജ്വലിച്ച് നിൽക്കുന്ന പലരും ഇതുവരെ വാങ്ങാത്ത കാശാണ് 2 പടം എടുക്കുന്ന ഒരു ഡയറക്ടർ വന്ന് വാങ്ങുന്നത്. അതിലെനിക്കൊരു പോയിൻ്റ് ഉണ്ട്. ഞാൻ ഈ ഇൻ്റർവ്യൂസൊക്കെ എടുക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് താരങ്ങളുടെ ഇൻ്റർവ്യൂ എടുക്കുമ്പോൾ, അതായത് അവർ മുൻകാലങ്ങളിൽ താരങ്ങളായിരുന്നു, ഇപ്പോൾ താരമാണെങ്കിലും അല്ലെങ്കിലും അവർക്ക് കൊള്ളാവുന്ന ഒരു വീടും അത്യാവശ്യം നല്ല സെറ്റപ്പും നമ്മൾ അവരുടെ വീട്ടിൽ കയറി ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എറണാകുളത്തും തിരുവനന്തപുരത്തും ഒക്കെ ഫ്ലാറ്റുകളൊക്കെ ഉള്ള ഇൻ്റർവ്യൂ എടുക്കാൻ വേണ്ടി നമ്മൾ വിളിക്കുമ്പോൾ ഞാൻ ഇന്ന സ്ഥലത്ത് ഇന്ന ഫ്ലാറ്റിലാണ് എന്നൊക്കെ പറയുന്നവരുണ്ട്. പക്ഷേ പല ടെക്നീഷ്യൻസിൻ്റെയും വീട്ടിലേക്ക് പോകുന്ന സമയത്ത് അത്ര സുഖകരമായ കാഴ്ചകളല്ല കാണാറുള്ളത്. അതായത് അഭിനേതാക്കൾ ഉണ്ടാക്കുന്നത് വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ, ഞാൻ എൻ്റെ ഒരു ചെറിയ എക്സ്പീരിയൻസ് മാത്രം വെച്ചിട്ടാണ്, സീനിയർ ആയിട്ടുള്ള കുറേ ആളുകളുടെ ഇൻ്റർവ്യൂ എടുക്കാൻ പോയ സമയത്ത് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്, അവരൊന്നും കണക്ക് പറഞ്ഞ് കൃത്യമായി പണം വാങ്ങിയിരുന്നില്ല. അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ അവരുടെ കോൺട്രിബ്യൂഷൻ അത്രമേൽ വലുതാണ് എന്ന് അവർ പോലും ഒരുപക്ഷെ തിരിച്ചറിയുകയോ എനിക്ക് ഇത്ര രൂപയുണ്ടെങ്കിലേ ഞാൻ ഈ സിനിമ ഇങ്ങനെ ചെയ്യുന്നുള്ളൂ എന്ന് പറയാനുള്ളൊരു ആർജവം അവർ കാണിച്ചിട്ടില്ല. താരങ്ങൾ പറഞ്ഞ് പൈസ കണക്ക് പറഞ്ഞ് വാങ്ങിക്കുന്നുണ്ടല്ലോ, അവരെ താരങ്ങളാക്കുന്നത് ഈ പ്രൊഡ്യൂസേഴ്സിനെ ഇനിയും സിനിമ ചെയ്യാൻ പാകത്തിന് വലിയ കാശുള്ള പ്രൊഡ്യൂസർമാരാക്കി മാറ്റുന്നത് ടെക്നീഷ്യൻസാണ്. ആ ടെക്നീഷ്യൻസിന് അവർക്ക് ആവശ്യമായ തുക അവരെടുക്കണ പണിയുടെ
ഒരു സിനിമ അഭിനേതാവ് അവർ ഒരു 10-40 ദിവസം ഡേറ്റ് കൊടുത്തിട്ടുണ്ടാകും. ഇതിൻ്റെ ഇടയിൽ അവർക്ക് ഒരുപാട് ലെഷർ ആക്ടിവിറ്റീസും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും. അവർ ജോളിയായിട്ട് ചിരിച്ചും കളിച്ചും അവരുടെ പരിപാടികൾ നടക്കും. അതിൻ്റെ കൂടെ അഭിനയം നടക്കും. അതിൻ്റെ സ്ട്രെസ് ഉണ്ട്, അതൊന്നും ഇല്ല എന്നല്ല പറയുന്നത്. അവർക്ക് കഴിവ് ആവശ്യമാണ്, കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള അപ്ഡേഷൻസ് ആവശ്യമാണ്, ഒക്കെ ശരിയാണ്. പക്ഷേ ഒരു ടെക്നീഷ്യൻ്റെ കയ്യിലേക്ക് ഈ പടം വരുന്ന സമയത്ത്, ഞാൻ പറയുന്നത് ഒരു സൗണ്ട് മിക്സിങ് ചെയ്യുന്ന ഒരാൾ, അല്ലെങ്കിൽ ഒരു എഡിറ്റിംഗ് ചെയ്യുന്ന ആൾ, കളറിങ് ചെയ്യുന്ന ആൾ, ഇയാളുടെയൊക്കെ മുന്നിലേക്ക് ഈ സിനിമ വരുമ്പോൾ, VFXൻ്റെ ഒരു ടീമിൻ്റെ കയ്യിലേക്ക് ഈ സിനിമയുടെ വർക്ക് വരുമ്പോൾ, രാപ്പകലില്ലാതെ നമ്മുടെ ഇവിടെ പലപ്പോഴും സംസാരിക്കുമ്പോഴൊക്കെ പലരും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഇവിടെ അങ്ങനെ ടൈമൊന്നും നോക്കലൊന്നുമില്ല. രാപ്പകലില്ലാതെ, വീടും കുടുംബവും ഇല്ലാതെ ഇതിൻ്റെ പുറത്തിരിക്കുകയാണ്. സമയവും ആരോഗ്യവും ഒരൊറ്റ സ്ക്രീനിൻ്റെ മുന്നിൽ ഇരുന്ന് തീർക്കുകയാണ് അവർ. അങ്ങനെയുള്ള ടെക്നീഷ്യൻസ് ഇത്രയും ഗംഭീരമായ ഔട്ട്പുട്ട് തരുമ്പോൾ അവർ പൈസ ചോദിച്ച് വാങ്ങിക്കണം. 1-2 കോടി വാങ്ങുന്ന ഡയറക്ടേഴ്സ് ഇല്ലായിരുന്നു എന്നുള്ളത് എനിക്കിത് കേൾക്കുമ്പോൾ ഭയങ്കര സങ്കടം തോന്നുകയാണ്. ഒരു ഡയറക്ടർ 1 കോടി ചോദിച്ചു, 2 കോടി ചോദിച്ചു. അയാളൊരു ഹിറ്റ് പടം ഉണ്ടാക്കി തന്നിട്ടല്ലേ ചോദിക്കുന്നത്. 2-3 താരങ്ങളെ ഒരു സിനിമയിൽ നിന്ന് അയാൾ ക്രിയേറ്റ് ചെയ്ത്, അതായത് സെലിബ്രേറ്റ് ചെയ്യുന്ന അവസ്ഥയിൽ ആളുകളെ എത്തിച്ചിട്ടല്ലേ അയാൾ ആ പൈസ ചോദിക്കുന്നത്. ടെക്നീഷ്യൻസിന് പൈസ കൊടുക്കണ്ടേ? 5 കോടിയും 10 കോടിയും വാങ്ങുന്ന അഭിനേതാക്കളുടെ കാര്യം പറയുമ്പോൾ, ആ അഭിനേതാക്കളെ അത് വാങ്ങാൻ പ്രിപ്പയർ ചെയ്യിച്ച ഒരു ഡയറക്ടറുണ്ട്, ഒരു എഡിറ്ററുണ്ട്, ഒരു മ്യൂസീഷ്യനുണ്ട്, ഒരു സൗണ്ട് ഫോളി ചെയ്യുന്ന ആൾക്കാർ വരെ അതിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. അതെന്താ നമ്മൾ കാണാത്ത? 2 കോടി വാങ്ങിക്കുന്ന ഡയറക്ടറെ കുറിച്ച് പറയുമ്പോൾ എന്താ കുഴപ്പം? അവൻ കാശുണ്ടാക്കി തന്നെയില്ലേ? ഇനി ഇല്ലെങ്കിൽ അത് പറഞ്ഞിട്ട് ബാർഗെയിൻ ചെയ്യാം, എന്നിട്ട് പൈസ കുറച്ച് വാങ്ങിക്കാം. അല്ലെങ്കിൽ അവൻ ചെയ്യേണ്ടെന്നേ, വേറെ ഡയറക്ടർ വെച്ച് ചെയ്യാലോ. ഒരു 10 ഷോർട്ട് ഫിലിം കുത്തിയിരുന്ന് കണ്ടാൽ മനസ്സിലാവും നല്ല ടാലൻ്റുള്ള കുറച്ച് ആൾക്കാർ അവിടെ ഉണ്ട് എന്നുള്ളത്. അവനെ അടുത്തുള്ള പരിചയമുള്ള ഏതെങ്കിലും ഡയറക്ടറിൻ്റെ കൂടെ അസിസ്റ്റൻ്റായിട്ട് രണ്ട് സിനിമ വർക്ക് ചെയ്തിട്ട് വാമോനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ പോയി പണി പഠിച്ചിട്ട് വരും. അവനെ വെച്ച് നമുക്ക് ചെയ്യിപ്പിക്കാമല്ലോ. വീടും ബെൻസും വിറ്റ് വിറകുപുരയിൽ താമസിക്കുന്ന പ്രൊഡ്യൂസറുണ്ട്. ആ ഗതിയിലേക്കാണ് സിനിമ ഇൻഡസ്ട്രിയെ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. ആരാണ് കുത്തുപാള എടുക്കുന്ന പ്രൊഡ്യൂസർമാരുള്ള ഒരു ഇൻഡസ്ട്രിയായി മലയാള ഫിലിം ഇൻഡസ്ട്രിയെ കൊണ്ടെത്തിച്ചിരിക്കുന്നത്? അങ്ങനെ കുത്തുപാള എടുത്തുപോയ എത്ര പ്രൊഡ്യൂസർമാരെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയില്ല, ഈ നടന്മാർ പ്രൊഡ്യൂസേഴ്സ് ആവുന്ന സിനിമകൾ ഒന്നെങ്കിൽ അത് വലിയ വാണിജ്യ വിജയമാകാറുണ്ട്, അതല്ലെങ്കിൽ ക്രിട്ടിക്കലി ഒരുപാട് നല്ല അഭിപ്രായങ്ങൾ നേടിക്കൊടുക്കാറുണ്ട്. കാരണം അവരുടെ കയ്യിൽ വരുന്നൊരു സ്ക്രിപ്റ്റ് അവർക്കതിൽ അത്രയും കോൺഫിഡൻസ് ഉണ്ട്. ചിലപ്പോൾ ഒരു പ്രൊഡ്യൂസറിനെ ഏൽപ്പിക്കാൻ നോക്കിയിട്ട് പറ്റാഞ്ഞത് കൊണ്ടായിരിക്കാം അവർ തന്നെ പ്രൊഡക്ഷൻ ഏറ്റെടുത്തിട്ടുള്ളത്. ടൊവിനോ ഒക്കെ ഇൻ്റർവ്യൂവിൽ പറയുന്നത് കേട്ടിട്ടുണ്ട്. പുള്ളി പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള സിനിമ പുള്ളി തന്നെ ഏറ്റെടുക്കേണ്ടി വന്ന സാഹചര്യത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നല്ല സിനിമയാണെങ്കിൽ അത് നമുക്ക് ചെയ്യാം, അതിൻ്റെ ബിസിനസ്സും കാര്യങ്ങളും നമുക്ക് തന്നെ നോക്കാം എന്ന് വലിയ താരങ്ങളും വിചാരിക്കുന്നുണ്ടാവും. അവർ കൃത്യമായ സ്ക്രിപ്റ്റൊക്കെ സെലക്ട് ചെയ്ത് കൃത്യമായൊരു പ്രോജക്റ്റ് പ്ലാൻ ചെയ്ത് അവർക്ക് ലാഭം ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ കാറും ബെൻസും വീടും ഒക്കെ നഷ്ടപ്പെട്ട ഒരു പ്രൊഡ്യൂസറുമുണ്ട്. ഈ പ്രൊഡ്യൂസറും ഈ പറഞ്ഞ താരങ്ങൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള സിനിമയിലെ താരങ്ങൾ ചെയ്ത പണിയും ഒരേ കാര്യമാണ്. സ്ക്രിപ്റ്റ് കേൾക്കുന്നു, ഇഷ്ടപ്പെടുന്നു, പണം മുടക്കുന്നു, ഇവിടെ ലാഭം ഉണ്ടാകുന്നു, ഇവിടെ നഷ്ടം ഉണ്ടാകുന്നു. അപ്പോൾ ഇവിടെ എന്താ ലാക്ക് ചെയ്യുന്നത്? നമ്മൾ അതിനെക്കുറിച്ചല്ലേ ചിന്തിക്കേണ്ടത്. അവന് കാശുണ്ടാക്കാൻ പറ്റണില്ല, ഇത് താരങ്ങൾ പൈസ കുറച്ചേ പറ്റുള്ളൂ. അതാണോ അവിടെ നമ്മൾ പറയേണ്ട പ്രൈമറി റീസൺ എന്നുള്ളതാണ് ചോദ്യം. ഒരു സൂചനാ പണിമുടക്കുണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട്. എല്ലാവരും സിനിമ എടുക്കുന്നു, താരങ്ങളും സിനിമ എടുക്കുന്നു. അവരും സിനിമ എടുത്താണ് സിനിമ ഈ നിലയിൽ എത്തിച്ചത്. താരങ്ങൾ സിനിമ എടുത്തിട്ടാണോ മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ കുറച്ച് പ്രൊഡ്യൂസേഴ്സിന് ഇവിടെ കനത്ത നഷ്ടങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? താരസംഘടനയോട് സംസാരിച്ചിട്ടൊന്നുമില്ല, ചർച്ച ചെയ്താലും അവർ തോന്നിയ പോലെയാണ് കാര്യങ്ങൾ ചെയ്യുക. ഓൺ പ്രൊഡക്ഷൻ എല്ലാവരും നിർത്തിവെക്കണം, അവരുടെ ചിത്രങ്ങൾ തിയേറ്ററിൽ കളിക്കില്ല എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു സെൻറ്റൻസ് ഉണ്ടായിരുന്നു. അതായത് ഞങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമകൾ ഇറങ്ങിയാൽ മതി, ഞങ്ങൾ മാത്രം പ്രൊഡ്യൂസേഴ്സായിട്ട് ഇരുന്നാൽ മതി, താരങ്ങളാണെങ്കിൽ പോലും അവർ പ്രൊഡ്യൂസ് ചെയ്യേണ്ട എന്നൊക്കെയുള്ള രീതിയിൽ. ഇനി അങ്ങനെ അവർ ചെയ്യുകയാണെങ്കിലും തിയേറ്റർ കൊടുക്കില്ല എന്നൊക്കെ പറയുകയാണ്. അതായത് നമ്മുടെ ഇന്ത്യൻ ജനാധിപത്യ വ്യവസ്ഥയിലെ മൗലിക അവകാശങ്ങളിൽ പെടുന്നതാണ്. നമുക്ക് ഇന്ത്യയിൽ എവിടെയും സമാധാനത്തോടെ സ്വാതന്ത്ര്യത്തോടെ ജോലി ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. സിനിമ പിടിക്കുക എന്ന് പറയുന്നത്, സിനിമയുടെ ഭാഗമാവുക എന്ന് പറയുന്നത് ഒരു തൊഴിലായി നമ്മൾ പരിഗണിക്കുമ്പോൾ ഒരാൾക്ക് തോന്നുകയാണ് എനിക്കൊരു സിനിമ ചെയ്യണം, എൻ്റെ കയ്യിൽ കുറച്ച് പൈസ ഉള്ളൊരു പ്രൊഡ്യൂസറുണ്ട്, എൻ്റെ കയ്യിൽ ഒരു സ്ക്രിപ്റ്റ് ഉണ്ട്, എനിക്ക് ഡയറക്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട്, എനിക്ക് പറ്റുന്ന ആളുകളെ വെച്ച് ഞാൻ അങ്ങനെ ഒരു സിനിമ ചെയ്യുകയാണ്. അതൊരു തിയേറ്ററിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കുമ്പോൾ അത് ഇന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിലേ നടക്കുള്ളൂ, അല്ലെങ്കിൽ ഇന്ന ആൾക്കാർ ചെയ്താലേ നടത്തിക്കുള്ളൂ, അല്ലാതെ ഒരുത്തൻ്റെയും പടം തിയേറ്ററിൽ കളിക്കണ്ട എന്നൊക്കെ പറയുമ്പോൾ അതിലെവിടെയോ ഒരു ഭരണഘടനാ വിരുദ്ധമായ സെൻറ്റൻസ് കടന്നു വരുന്നില്ലേ സാർ? താരങ്ങളുടെ കയ്യിൽ പണം ഉണ്ടാവും, അവർക്ക് ഇത്രയും പൈസ കൊടുത്തത് ഈ ഇൻഡസ്ട്രിയാണ്. ആ ഇൻഡസ്ട്രിക്ക് കുറേ ആളുകൾക്ക് തൊഴിൽ കൊടുത്തുകൊണ്ട് ഒരു നല്ല സിനിമ ആളുകളെ കാണിച്ചുകൊണ്ട് തനിക്ക് തന്ന പണത്തിൻ്റെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കുക എന്നുള്ള രീതിയിൽ അയാളൊരു സിനിമ ചെയ്യുന്നതുകൊണ്ട് എന്താണ് കുഴപ്പം? ഇനി അതല്ല ബിസിനസ്സായി തന്നെ അയാളൊരു സിനിമ ചെയ്തോട്ടെ, ആ സിനിമ പ്രൊഡ്യൂസ് ചെയ്യരുതെന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണ്? താരങ്ങൾ പ്രൊഡ്യൂസ് ചെയ്തതുകൊണ്ട് ഫിലിം ഇൻഡസ്ട്രിക്ക് എന്ത് ബുദ്ധിമുട്ടാണ് സംഭവിച്ചിട്ടുള്ളത്? താരങ്ങൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള സിനിമകളാണ് ഹിറ്റായിട്ടുള്ളത്, ശരിക്കും അവർ തന്നെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് നല്ലത് എന്നല്ലേ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്. ഇൻഡസ്ട്രിയുടെ വളർച്ചയാണ് നമ്മുടെ വിഷയമെങ്കിൽ നമ്മളവിടെ ചിന്തിക്കേണ്ടത് താരങ്ങൾ കൂടുതൽ പടങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യട്ടെ, അങ്ങനെ പറയുന്നില്ലല്ലോ.
നമ്മൾ പ്രൊഡ്യൂസ് ചെയ്താൽ മതി എന്നുള്ളൊരു ചിന്തയാണെങ്കിൽ അത് ഞങ്ങളുടെ മാത്രം, അതായത് ഞങ്ങൾ കുറച്ച് ആളുകളുടെ മാത്രം പ്രശ്നമായി ഇതിനെ നോക്കി കാണുന്ന ഒരു സങ്കുചിതമായ മനോഭാവമല്ലേ അവിടുത്തെ പ്രശ്നം. 140 ദിവസമൊക്കെയാണ് സിനിമ ഷൂട്ട് ചെയ്യുന്നത്, 50 ദിവസം കൊണ്ട് ഷൂട്ട് തീർക്കണ്ടേ എന്നുള്ള രീതിയിലൊക്കെ അവർ ചോദിക്കുന്നുണ്ട്. സിനിമയെ നമ്മൾ മുമ്പ് കണ്ടിരുന്നത് പോലെ, അതായത് ഒരു സ്ക്രിപ്റ്റ് ഉണ്ട്, നമ്മൾ ഫാമിലിക്ക് വേണ്ടി ഇങ്ങനെ ഒരു പടം, കോമഡിക്ക് വേണ്ടി ഇങ്ങനെ ഒരു പടം എന്നൊക്കെ പറയുന്ന ഒരു ഫോർമാറ്റ് പരിപാടികളിൽ നിന്നൊക്കെ മാറി അന്ന് ആ ചെറിയ സമയം കൊണ്ട് ഷൂട്ട് ചെയ്ത് തീർക്കുന്നവരുണ്ടായിരുന്നു. ഇപ്പോൾ ഫിലിമിൻ്റെ ഒക്കെ ഒരു കാലഘട്ടത്തിലാണെങ്കിൽ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ ഷോട്ട് വെച്ചിട്ട് ഇത്രയൊന്നും ഷൂട്ട് ചെയ്തെടുത്ത ഫിലിമിൻ്റെ അളവനുസരിച്ച് ഇതിൻ്റെ കോസ്റ്റ് കൂടുമായിരുന്നു. ഇന്ന് അത്രയും പ്രശ്നങ്ങളില്ല, ടെക്നോളജി കൂടുതൽ അഡ്വാൻസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൂടുതൽ വർക്ക് നമുക്ക് ഇതിൽ ഇടാൻ പറ്റുമോ, നമുക്കിതിൽ എന്താണ് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുക എന്ന് ടെക്നീഷ്യൻസ് ആഗ്രഹിക്കും, നല്ല സിനിമകൾ ഉണ്ടാവാൻ വേണ്ടി. പിന്നെ ഈ പ്രൊജക്ഷൻ സിസ്റ്റം ഒക്കെ നന്നായി, എല്ലായിടത്തും 4K ഡോൾബി അറ്റ്മോസും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ അതിലും അടുത്ത ടെക്നോളജി എന്താണ് എന്ന് ആളുകൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് സിനിമ എസ്തെറ്റിക്കലി ബ്യൂട്ടിഫുൾ ആവണമെന്ന് സിനിമ എടുക്കുന്നവർ ആഗ്രഹിക്കുമല്ലോ. അതിനോടൊപ്പം നിന്ന് 140 ദിവസം ഷൂട്ട് വരും, അല്ലെങ്കിൽ 140 ദിവസം എടുക്കും ഈ സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് കഴിഞ്ഞ് ഔട്ട് എടുക്കാൻ എന്നാണെങ്കിൽ അത് എനിക്ക് പറ്റൂല എന്ന് പറഞ്ഞ് പിന്മാറാൻ ഒരു പ്രൊഡ്യൂസറിന് അവകാശമുണ്ട്. അപ്പോൾ ആ സിനിമ ചെയ്യാൻ ഒരാൾ വരികയാണെങ്കിൽ, അയാളൊരു താരമാണെങ്കിലും അല്ലാതെ ആണെങ്കിലും അയാൾക്ക് അതിനുള്ള അവകാശം കൊടുക്കണ്ടേ. നിങ്ങൾക്ക് പറ്റൂല എന്നുള്ളത് ഇത് ചെയ്യാതിരിക്കാനുള്ളൊരു കാരണമാവുന്നില്ലല്ലോ. എല്ലാവർക്കും വലിയ ചിത്രം മതി, എന്നിട്ട് പ്രൊഡ്യൂസർ കുത്തുവാള എടുക്കും. വേണ്ട, പ്രൊഡ്യൂസർ എടുക്കണ്ട. വലിയ ചിത്രമൊക്കെ ആയിട്ടൊരു നമുക്കൊരു 30 കോടിയിൽ ചെയ്യാം, അല്ലെങ്കിൽ ഒരു 50 കോടിയിൽ ചെയ്യുന്ന ഒരു പടമാണുള്ളതെന്ന് പറയുമ്പോൾ ഈ പ്രൊഡ്യൂസറാണല്ലോ പൈസ മുടക്കുന്നത്. അൾട്ടിമേറ്റ്ലി ഇത് ഞാൻ ചെയ്യുന്ന പണിയല്ലേ, ഞാൻ അങ്ങോട്ട് കൊടുക്കുകയല്ലേ, ഞാനത് കൊടുക്കണ്ടെന്ന് വെച്ചാൽ പോരെ. നിങ്ങൾക്ക് 50 കോടിയുടെ പടം ചെയ്യണമെങ്കിൽ നീ തന്നെ പ്രൊഡ്യൂസ് ചെയ്ത് നീ തന്നെ നായകനായിക്കോ എന്ന് ഈ വരുന്ന താരത്തിനോടോ അല്ലെങ്കിൽ സംവിധായകരോടോ ഒക്കെ പറഞ്ഞാൽ പോരെ. പക്ഷേ അങ്ങനൊരു വലിയ സിനിമ വലിയ വിജയമാവുകയാണെങ്കിൽ അതിൻ്റെ ഗുണഭോക്താക്കൾ ഞങ്ങൾ തന്നെ ആയിരിക്കണം എന്നുള്ള ചിന്തയാണല്ലോ അവിടെ വരുന്നത്. OTT-കാരുടെ ഫുൾ കാശ് വാങ്ങിച്ചുകൊണ്ട് പോകുമല്ലായിരുന്നോ എന്നൊക്കെ സുരേഷ് കുമാർ ചോദിക്കുന്നുണ്ട്. അതെനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ കുറച്ച് സിനിമകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടായിരിക്കും. ഫുൾ പേയ്മെൻറ്റ് OTT-കാർ കൊടുക്കുകയും OTT-ക്ക് വേണ്ടി മാത്രം ക്രിയേറ്റ് ചെയ്യപ്പെടുകയും ഡെലിവർ ചെയ്യപ്പെടുകയും ചെയ്തിട്ടുള്ള സിനിമകൾ മലയാളത്തിലുണ്ടായിട്ടുണ്ട്. താരങ്ങൾ വാങ്ങുന്ന കാശിൻ്റെ 10-1 തിയേറ്റർ കളക്ഷൻ ഇല്ല, നേട്ടം താരങ്ങൾക്കും കുറേ ടെക്നീഷ്യൻസിനും മാത്രം. അത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. അതായത് ഇന്ന താരത്തിനെ വെച്ചുകൊണ്ട് ഒരു സിനിമ ചെയ്തു കഴിഞ്ഞാൽ അത് ബിസിനസ്സായി വരുമ്പോൾ ഇയാൾക്ക് കൊടുത്ത പൈസയുടെ 10% പോലും കിട്ടുന്നില്ല. അപ്പോൾ അവനങ്ങോട്ട് കൊടുക്കണ്ട, അവനങ്ങോട്ട് ഒഴിവാക്ക്, ബാർഗെയിൻ ചെയ്ത് നോക്കുക. ബാർഗെയിൻ ചെയ്തിട്ട് പറ്റില്ലെങ്കിൽ നീ വേണ്ട മോനെ, നമുക്ക് വേറെ ആളുണ്ട്, വേറെ ആളെ കണ്ടുപിടിക്കുക, കണ്ടെത്തുക, വളർത്തിയെടുക്കുക. മോഹൻലാലും മമ്മൂട്ടിയൊന്നും ഒരു സുപ്രഭാതത്തിൽ താരമായി വന്നു കയറിയവരല്ലല്ലോ. അവരെയും വളർത്താൻ അന്ന് കുറേ പ്രൊഡ്യൂസേഴ്സ് മെനക്കെട്ടിട്ടുണ്ടല്ലോ. അതുപോലെ ഇന്ന് എന്തുകൊണ്ട് പ്രൊഡ്യൂസേഴ്സിന് സാധിക്കുന്നില്ല എന്നുള്ളൊരു ചോദ്യം അങ്ങോട്ട് ചോദിക്കുകയാണ്. പിന്നെ ഒരു വലിയ ഗംഭീരമായിട്ടുള്ള തീരുമാനം അവർ എടുത്തിട്ടുണ്ട്. എല്ലാ മാസവും കളക്ഷൻ വെളിയിൽ അറിയിക്കും. വെള്ളിത്തിര എന്ന് പറയുന്ന അവരുടെ യൂട്യൂബ് ചാനൽ വഴിയാണ് അവർ പുറത്തേക്ക് എത്തിക്കാൻ തീരുമാനിച്ചിട്ടുള്ള. ഒരു വലിയ കാര്യമാണ്, നല്ല കാര്യമാണ്, ആളുകൾ അറിയട്ടെ. കാരണം ഇപ്പം നമ്മളൊരു സിനിമയെക്കുറിച്ചൊക്കെ അഭിപ്രായം പറഞ്ഞൊരു വീഡിയോ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ താഴെ ഇങ്ങനെ മുഴുവൻ കമൻറ്റ് വരും. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, സിനിമ കണ്ട 99% പേരും പറയുന്നു ഗംഭീരം, അല്ലെങ്കിൽ സിനിമ കണ്ട 100% ആളുകൾക്കും ഇഷ്ടപ്പെട്ടു, പക്ഷേ ഇവൻ മാത്രമേ നെഗറ്റീവ് പറഞ്ഞു. ശരി, ഞാൻ മാത്രമേ നെഗറ്റീവ് പറഞ്ഞിട്ടുള്ളൂ, സിനിമയുടെ കളക്ഷൻ റെക്കോർഡ് വരട്ടെ. അപ്പോൾ നമുക്കൊരു ധൈര്യമായല്ലോ. 50 കോടി 100 കോടി എന്നൊക്കെ പറഞ്ഞ് ഈ ജാതി തള്ളൊക്കെയാണ് തള്ളി മറിക്കുന്നത്. അത് 100 കോടി അടിക്കാൻ സാധ്യത ഉണ്ടെന്ന് തോന്നുമ്പോൾ തൊട്ട് 100 കോടിയുടെ പോസ്റ്റർ അടിച്ചു തുടങ്ങും. അടുക്കാറാവുമ്പോൾ കേക്ക് മുറിക്കും, അടുത്ത് കഴിയുമ്പോൾ പുതിയ പോസ്റ്റർ ഇറക്കും. ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. 100 കോടി ക്ലബ്ബിൽ ശരിക്കും എത്തിയിട്ടുള്ള, അതായത് നിർമ്മാതാവിൻ്റെ കയ്യിലേക്ക് ഷെയർ 100 കോടി വന്നിട്ടുള്ള ഒരു സിനിമ പോലും ഇതുവരെ സംഭവിച്ചിട്ടില്ല എന്നൊക്കെ അവർ പറയുന്നുണ്ട്. അങ്ങനെയുള്ള കുറച്ച് തെളിച്ച് പറയലുകളൊക്കെ ഉണ്ടാവട്ടെ. ഇനി ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ നീ അതിന് മുഴുവനൊക്കെ ഇങ്ങനെ പറഞ്ഞല്ലോ, നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ, ഇത് എന്നാൽ നീ വന്ന് ശരിയാക്കുക എന്നൊക്കെ പറയുന്ന പോലത്തെ ചോദ്യങ്ങളൊക്കെ ചിലർക്ക് ചോദിക്കാൻ തോന്നിയേക്കാം. എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ച് ഹംബിൾ സൊല്യൂഷൻസ്, അല്ലെങ്കിൽ ചിലപ്പോൾ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന ചില കാര്യങ്ങൾ ഇതിൻ്റെ കൂടെ ചേർത്ത് വെക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം, റിവ്യൂ ചെയ്യുന്നവരാണ് സിനിമയെ നശിപ്പിക്കുന്നത് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഇനി പറയില്ലല്ലോ. കാര്യം പൊട്ടിയ സിനിമകളും ഹിറ്റായ സിനിമകളും എടുത്തു വെച്ച് നോക്കിയാൽ തന്നെ ഒരു സാധാരണ പ്രേക്ഷകന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ എന്തുകൊണ്ടാണ് നഷ്ടം സംഭവിക്കുന്നതെന്ന്. ജനുവരിയിൽ റിലീസായ 28 പടങ്ങളുള്ളതിൽ 20 പടവും നാട്ടുകാർക്ക് അറിയാത്ത പടങ്ങളായിരിക്കും. അപ്പോൾ അതിന് നെഗറ്റീവ് റിവ്യൂ ഞാനിട്ടു എന്നുള്ളതുകൊണ്ടല്ല അത് പരാജയപ്പെടുന്നത്. പിന്നെ ഗവൺമെൻറ് ടാക്സ് കുറയ്ക്കണം എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് വരുമ്പോൾ അവിടെ എനിക്ക് തിരിച്ചുള്ളൊരു ചോദ്യം വരും. പക്ഷേ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു ചോദ്യം, ഒരു ബിസിനസ് ചെയ്യാൻ അറിയാത്ത ആ ബിസിനസ് ചെയ്ത് അയാൾക്ക് നഷ്ടം വരുമ്പോൾ ആ നഷ്ടം നികത്തി കൊടുക്കുകയോ ആ നഷ്ടം ചെറുതാക്കി കൊടുക്കുകയോ ചെയ്യുക എന്നുള്ളത് സ്റ്റേറ്റിൻ്റെ ബാധ്യതയാണോ? അതായത് നിങ്ങളൊരു പഴക്കച്ചവടം തുടങ്ങുകയാണ്, പക്ഷേ നിങ്ങൾക്ക് പഴക്കച്ചവടം എന്താണെന്ന് അറിയില്ല. ഇത് മറ്റൊരു സ്ഥലത്ത് നിന്ന് നമ്മൾ ഓർഡർ എടുത്ത് ബൾക്ക് എടുത്ത് കൊണ്ടുവന്ന് ചെറിയ വിലയ്ക്ക് വാങ്ങിച്ച് വലിയ വിലയ്ക്ക് കൊടുക്കുക എന്ന് പറയുന്ന ആ ബേസിക് തത്വം പോലും അറിയാതെ അപ്പുറത്തെ കടയിൽ നിന്ന് 24 രൂപയ്ക്ക് പഴം വാങ്ങിച്ച് ഇപ്പുറത്ത് കൊണ്ടുവന്ന് 25 രൂപയ്ക്ക് വിറ്റ് ലാഭം ഉണ്ടാക്കാം എന്ന് ചിന്തിച്ച ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് കനത്ത നഷ്ടം തന്നെ സംഭവിക്കും. അത് ബിസിനസ് അറിയാത്തതുകൊണ്ടാണ്. പക്ഷേ
ടാക്സ് കുറയ്ക്കണം, പഴത്തിൻ്റെ വില അപ്പുറത്തെ കടക്കാരൻ കുറയ്ക്കണം, വാങ്ങാൻ വരുന്നവർ ആവശ്യമില്ലാതെ വില പേശരുത്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്കിത് മറ്റുള്ളവരുടെ തലയിൽ വെച്ച് കൊടുക്കാൻ പറ്റും. ബാക്കിയുള്ള എല്ലാവരുടെയും കാര്യം മായ്ച്ചു കളഞ്ഞാലും നിങ്ങളുടെ നഷ്ടം ഏറ്റെടുക്കേണ്ട ബാധ്യത സ്റ്റേറ്റിനുണ്ടോ? പിന്നെ ഒരു പ്രധാന കാര്യം, ഈ ഫിലിം ഇൻഡസ്ട്രി ലാഭം ഉണ്ടാക്കുന്നില്ല എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് വരുമ്പോൾ ഇതൊരു നാഷണൽ ഇഷ്യൂ ആണ്. അതായത് ഇന്ത്യയിലെ മുഴുവൻ കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാലും ശരിക്കും ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാക്കിയിട്ടുള്ള, നേട്ടം ഉണ്ടാക്കിയിട്ടുള്ള ഇൻഡസ്ട്രി മലയാള ഫിലിം ഇൻഡസ്ട്രിയാണ്. കഴിഞ്ഞ വർഷത്തെ കാര്യം എടുത്ത് നോക്കുമ്പോൾ ബോളിവുഡിൽ നമ്മൾ എടുത്ത് നോക്കിയാലും മറ്റ് പല ഭാഷകൾ എടുത്ത് നോക്കിയാലും വളരെ കുറച്ച്, ഈ കോടിക്കണക്കിന് എന്ന് പറയുന്ന കണക്കിലേക്ക് വളർന്നു കയറിപ്പോയ കുറച്ച് സിനിമകൾ മാറ്റി നിർത്തിയാൽ മറ്റെല്ലാ ഇൻഡസ്ട്രിയിലും വളരെ തകർന്നടിഞ്ഞിട്ടുള്ള സിനിമകളാണ് ഉണ്ടായിട്ടുള്ളത്. അതിൽ പിടിച്ചു നിന്ന, കൂട്ടത്തിൽ പിടിച്ചു നിന്ന ഒരു ഇൻഡസ്ട്രി ഒരുപക്ഷെ മലയാള ഫിലിം ഇൻഡസ്ട്രി ആയിരിക്കും. ആ പിടിച്ചു നിൽക്കലിന് കാരണമായിട്ടുള്ളത് ഭൂരിഭാഗവും താരങ്ങൾ തന്നെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള സിനിമകളാണ്. പിന്നെ പ്രേക്ഷകൻ എന്തുകൊണ്ട് തിയേറ്ററിലേക്ക് വരുന്നില്ല, അതായത് തിയേറ്റർ ഷെയർ കുറയുന്നു എന്നുള്ളതാണ്, തിയേറ്ററിൽ നിന്ന് കിട്ടുന്ന ഷെയർ കുറയുന്നു എന്നുള്ളതാണ് ഒരു വലിയ പ്രശ്നമായിട്ട് വരുന്നത്. OTT-കാർ എടുക്കുന്നില്ല എന്നുള്ളത് അതൊരു ഫാക്റ്റാണ്, അത് അംഗീകരിച്ചേ പറ്റുള്ളൂ. ഇപ്പോൾ പല സിനിമകളും യൂട്യൂബിലാണ് റിലീസ് ചെയ്യുന്നത്, അതുപോലും 10,000 വ്യൂ തയ്ക്കാൻ വേണ്ടി ചക്രശ്വാസം വലിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴാണ് OTT-കാർ ഇത് എടുക്കും എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് അതിൻ്റെ ആവശ്യമില്ല. മലയാളികൾ തന്നെ ബഹുഭൂരിപക്ഷം ടെലിഗ്രാമിലാണ് പടം കാണുന്നതെന്ന് തോന്നുന്നു. പിന്നെ OTT സബ്സ്ക്രിപ്ഷൻ കൂടുതലായിട്ട് ഇനി അവർക്ക് കിട്ടാവുന്നതൊക്കെ കിട്ടി. സബ്സ്ക്രിപ്ഷൻ എടുക്കാൻ മനസ്സുള്ളവരൊക്കെ എടുത്ത് സിനിമ കാണുന്നുണ്ട്, ബാക്കിയുള്ളവർ ടെലിഗ്രാമിൽ കാണുന്നുണ്ട്. അപ്പോൾ പിന്നെ അവരെന്തിന് വഴിയെ പോകുന്ന എല്ലാ വയ്യാവലിയും എടുത്ത് അവരുടെ പ്ലാറ്റ്ഫോമിൽ അപ്ലോഡ് ചെയ്യണം. അപ്പോൾ പ്രൊഡ്യൂസേഴ്സിൻ്റെ മുമ്പിലുള്ളത് ഇതുവരെ പോന്നിട്ടുള്ള ബിസിനസ് മാർഗ്ഗങ്ങളൊക്കെയാണ്. തിയേറ്ററിൽ നിന്ന് മാക്സിമം വരുമാനം ഉണ്ടാക്കുക, അതിൻ്റെ സാറ്റലൈറ്റ്, അതുപോലെ തന്നെ ഓവർസീസ് എങ്ങനെ നമുക്ക് വർക്ക് ചെയ്യാം എന്നൊക്കെയുള്ള കാര്യങ്ങളിലൊക്കെ ഒരു സാധ്യത കണ്ടെത്തുക എന്നുള്ളതാണ്. തിയേറ്ററിലെ ഷെയർ എങ്ങനെ കുറയുന്നു എന്ന് ആലോചിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം, തിയേറ്ററിലെ ടിക്കറ്റ് റേറ്റ് സാധാരണയിൽ നിന്ന് കുറച്ചധികം കൂടിയിട്ടുണ്ട്. നമ്മൾ മുൻ വർഷങ്ങളൊക്കെ എടുത്ത് നോക്കുമ്പോൾ അത്യാവശ്യം ടിക്കറ്റ് റേറ്റ് നല്ലോണം കൂടിയിട്ടുണ്ട്. ഒരു സാധാരണ ഒരു ഇടത്തരം ഫാമിലിയെ സംബന്ധിച്ച് തിയേറ്ററിൽ പോയി ഇത്രയും സിനിമകൾ കാണുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് പോസിബിൾ. ഒരു തരത്തിലും നമുക്കത് ന്യായീകരിക്കാൻ പോലും പറ്റില്ല. കാരണം കോവിഡ് അനന്തരം ആളുകളുടെ തൊഴിൽ മേഖലകളിലും വരുമാന സാധ്യതകളിലും ഒക്കെ വലിയ വ്യത്യാസങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നാട്ടുകാർ മുഴുവൻ തിയേറ്ററിൽ വന്ന് ഞങ്ങൾ ഇറക്കണ എല്ലാ പടവും കണ്ടുകൊണ്ടിരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാർക്ക് വേറെ ഒരുപാട് വിനോദോപാധികളുണ്ട്. യൂട്യൂബ് നോക്കിയിരിക്കാം, ഇൻസ്റ്റഗ്രാം നോക്കിയിരിക്കാം, ഫേസ്ബുക്കിൽ ഒരുപാട് കോണ്ടൻറ്റ് ക്രിയേറ്റേഴ്സ് ഉണ്ട്, ഒത്തിരി സാധ്യതകളുണ്ട്. പിന്നെ ആളുകളൊക്കെ, കുറേ ആൾക്കാർ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ട് ആ വഴിക്ക് പോകുന്നുണ്ട്. അവർ ഹോബിയൊക്കെ ആലോചിച്ച് ഫിക്സ് ചെയ്യുമ്പോൾ ശരീരത്തിന് കൂടി ഗുണമുണ്ടാകുന്ന രീതിയിലുള്ള ഹോബികൾ, ഇങ്ങനെയൊക്കെയുള്ള പല രീതിയിൽ പോകുമ്പോൾ ആളുകളൊക്കെ ഇങ്ങനെ ഡൈവേർട്ടായി പോകുമ്പോൾ ഇവരെ തിയേറ്ററിലേക്ക് എത്തിക്കാനുള്ള മാർഗ്ഗങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളാണ് കൂടുതൽ ഫലപ്രദമാവുക എന്നാണ് എനിക്ക് തോന്നുന്നത്. താരങ്ങൾ പ്രതിഫലം കുറയ്ക്കുകയോ സിനിമ ഉണ്ടാക്കാനുള്ള കോസ്റ്റ് മാക്സിമം കട്ട് ചെയ്യുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാലും അൾട്ടിമേറ്റ്ലി പ്രേക്ഷകൻ തിയേറ്ററിൽ എത്തുക എന്ന് പറയുന്ന ഒരു സംഭവം അവിടെ യാഥാർത്ഥ്യമാവണം. അതാവണമെങ്കിൽ ടിക്കറ്റ് റേറ്റ് ഒരു വിഷയമാണ്. ആളുകളെ സിനിമയിലേക്ക് ആകർഷിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടികൾ തീർച്ചയായും നടക്കേണ്ടതുണ്ട്. അവിടെ ഈ താരങ്ങളുടെ ഇടപെടലുകളും ആവശ്യമാണ്. എങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇരിക്കുന്ന ആളുകളെ നമുക്ക് തിയേറ്ററിലേക്ക് എത്തിക്കാം എന്ന് വെച്ചാൽ, ഒരു താരത്തിൻ്റെ സിനിമ ഇറങ്ങുമ്പോൾ ആ താരം കിടന്ന് ചക്രശ്വാസം വലിച്ച ആളുകളെ തിയേറ്ററിൽ എത്തിക്കുക എന്നുള്ളതല്ല, തിയേറ്ററുകളിലേക്ക് ആളുകൾ സിനിമ കാണാൻ വേണ്ടി ഒരുമിച്ച് വരുന്നൊരു സംസ്കാരത്തിനെ എങ്ങനെ വളർത്തിയെടുക്കാം എന്നുള്ള ചർച്ചകൾ ഇവിടെ ആവശ്യമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്, അത് കേൾക്കുമ്പോൾ ചില സീനിയർ പ്രൊഡ്യൂസേഴ്സിന് വിഷമമുണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷേ കുറച്ച് എഡ്യൂക്കേഷൻ ആവശ്യമാണ്. എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ സ്കൂളിൽ പോയിട്ടോ കോളേജിൽ പോയിട്ടോ പഠിക്കണം എന്ന് പറയുന്നതല്ല. സിനിമയെ നമുക്ക് ആസ് എ ബിസിനസ് എങ്ങനെ ലാഭം ഉണ്ടാക്കുന്ന അവസ്ഥയിലേക്ക് എത്തിക്കാം എന്ന് കുറച്ചും കൂടി പുതിയ മാറുന്ന കാലത്തിൻ്റെ സാധ്യതകളെ കൂടി മനസ്സിലാക്കിക്കൊണ്ട് പ്രൊഡ്യൂസേഴ്സ് എഡ്യൂക്കേറ്റഡ് ആവണം എന്നെനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പുതിയൊരാൾ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് വരികയാണ് സിനിമ പിടിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ കഴിഞ്ഞ വർഷം ഉണ്ടായ 200 കോടിയുടെ നഷ്ടം എടുത്ത് നോക്കുമ്പോൾ OTT-യിൽ എങ്ങനെയെങ്കിലും വിറ്റ് കാശാക്കാം എന്ന് പറഞ്ഞ് പല പ്രൊഡ്യൂസേഴ്സും പൈസ മുടക്കിയിട്ടുണ്ട്. അവരൊക്കെ ഏതോ ഒരു ഡയറക്ടറും കുറച്ച് ആൾക്കാരും ഒക്കെ വന്ന് കണ്ട്, ഏജൻസൊക്കെ വന്ന് കണ്ട് സംസാരിച്ചപ്പോൾ പൈസ മുടക്കിപ്പോയ ആൾക്കാരാണ്. അങ്ങനെ പുതുതായി മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ പണം മുടക്കാൻ ഒരു പ്രൊഡ്യൂസർ വരുമ്പോൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ കൂടി മുൻകൈ എടുത്തുകൊണ്ട് ഈ പറയുന്ന നഷ്ടക്കണക്ക് കുറയ്ക്കുക. അതായത് ഇൻഡസ്ട്രിയുടെ നിലനിൽപ്പാണ് ഈ പറഞ്ഞ പത്രസമ്മേളനത്തിനൊക്കെ ആധാരമായ ചർച്ചകൾക്ക് കാരണമെങ്കിൽ മാത്രം, അവനവൻ്റെ കാര്യം മാത്രം നോക്കുകയാണെങ്കിൽ എനിക്കിതിലൊന്നും പറയാനില്ല. പക്ഷേ ഇൻഡസ്ട്രിക്ക് ഒരു ചേഞ്ച് വരിക എന്നുള്ളതാണെങ്കിൽ പുതുതായി സിനിമ എടുക്കാൻ വരുന്ന ഓരോ പ്രൊഡ്യൂസേഴ്സിനും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ കൃത്യമായ ഒരു വിവരണം കൊടുക്കുക. ഓൺഗോയിങ് പ്രോസസ്സിലുള്ള, അതായത് പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സിനിമകളുടെ ഭാഗമായി അവർക്ക് എന്തൊക്കെയാണ് കാര്യങ്ങളെന്ന് മനസ്സിലാക്കാനുള്ള സാധ്യതകൾ ഉണ്ടാക്കി കൊടുക്കുക. 10 രൂപയെങ്കിൽ 10 രൂപ അത് മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ മുടക്കാൻ വരുന്ന ഒരു നിർമ്മാതാവിന് അയാൾ മുടക്കുന്ന 10 രൂപ ഏതൊക്കെ രീതിയിൽ പോകുമെന്നും അത് തിരിച്ചെങ്ങനെയൊക്കെ നേടാൻ സാധിക്കുമെന്നുള്ള കൃത്യമായ എഡ്യൂക്കേഷൻ കൊടുക്കുക. അതിലുള്ള റിസ്ക് എത്രത്തോളമാണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അങ്ങനെ ഒരു എഡ്യൂക്കേഷൻ ഇവിടെ ആവശ്യമാണ്. 2, വലിയ വിജയങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള സിനിമകളുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ വർഷം അവസാനം ഇറങ്ങിയ സിനിമകൾ വരെ പാൻ ഇന്ത്യൻ ലെവലിൽ അവർ മാർക്കറ്റ് ചെയ്തത് പ്രശംസനീയമായിട്ടുള്ള രീതിയിലാണ്. മാർക്കറ്റിംഗ് ആയിരുന്നു ആ സിനിമയുടെ ഏറ്റവും വലിയ ഒരു കീ പോയിൻ്റ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള വലിയ വിജയമുണ്ടാക്കിയിട്ടുള്ള പുതിയ സ്ട്രാറ്റജികൾ പരീക്ഷിച്ച് വിജയിച്ചിട്ടുള്ള സിനിമകളുടെ പ്രൊഡ്യൂസേഴ്സ് മറ്റു പ്രൊഡ്യൂസേഴ്സിന്, ഇപ്പോൾ സീനിയർ ആയിട്ടുള്ള ആളുകളും അല്ലാത്തവരും ഒക്കെ ഇരുന്നുകൊണ്ട് എങ്ങനെയാണ് നമ്മൾ ഈ സിനിമ ഒരു വിജയത്തിലേക്ക് എത്തിച്ചത്, അതിനുവേണ്ടി നമ്മൾ പുതുതായി
ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിലിനി അടുത്തൊരു പടം ചെയ്യുമ്പോൾ ഞങ്ങൾ എങ്ങനെയാണ് ഇമ്പ്രൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്ന തുറന്ന ചർച്ചകൾ പ്രൊഡ്യൂസേഴ്സിൻ്റെ ഇടയിൽ ഉണ്ടാകത്തക്ക രീതിയിൽ ഒരു 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 മീറ്റിംഗ് ഒക്കെ സംഘടിപ്പിക്കുകയെന്ന്. ഞങ്ങൾക്കൊക്കെ 100 തിരക്കുണ്ട്, എന്നാൽ ആ തിരക്കിൻ്റെ വഴിയെ പോകുക എന്നുള്ളതേ ഉള്ളൂ. മാറുന്ന കാലമാണ്. ആളുകളെ തിയേറ്ററിലേക്ക് എത്തിക്കാൻ വേണ്ടി പലരും പല സ്ട്രാറ്റജീസ് ഉപയോഗിക്കുന്നുണ്ട്. ചിലതൊക്കെ വിജയിക്കുന്നുണ്ട്, ചിലത് പരാജയപ്പെടുന്നുണ്ട്, ചിലത് ഒന്ന് പോളിഷ് ചെയ്ത് അടിപൊളി ഐഡിയ ആയിരിക്കും. പക്ഷേ ഇതിൻ്റെ ഒരു കമ്മ്യൂണിക്കേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് നടക്കണം പ്രൊഡ്യൂസേഴ്സിൻ്റെ ഇടയിൽ. അതിന് വേണ്ടിയിട്ടുള്ള വർക്ക്ഷോപ്പുകൾ സംഘടിപ്പിക്കുക. പിന്നെ സിനിമയുടെ മറ്റ് മേഖലകളിൽ, അതായത് ഇതിൻ്റെ ഒരു ടെക്നീഷ്യൻ ഒരു സൈഡിലേക്ക് പോകുമ്പോൾ അവിടെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുക. ഈ കഴിഞ്ഞിടയ്ക്ക് റിലീസ് ചെയ്തു വന്ന ഒരു സിനിമയുടെ സംവിധായകൻ പറയുകയുണ്ടായി, ആ സിനിമ ആദ്യം റിലീസ് ചെയ്യുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ പ്രൊഡ്യൂസറിൻ്റെ നിർബന്ധത്തിന് മാത്രം വഴങ്ങി ആഡ് ചെയ്യുകയുണ്ടായി. അത് ഒഴിവാക്കി റിലീസ് ചെയ്തപ്പോൾ, റിലീസ് ചെയ്ത് ഇപ്പോൾ 4K റീമാസ്റ്റർ ചെയ്ത് വന്നപ്പോൾ സിനിമ കൂടുതൽ മെച്ചപ്പെട്ടതായിട്ടുണ്ടെന്ന്. അത് അന്നത്തെ ആ പ്രൊഡ്യൂസറിൻ്റെ സിനിമയെക്കുറിച്ചുള്ള ധാരണയിലെ പെശകുകളാണ് അതിൻ്റെ പിന്നിൽ വർക്ക് ചെയ്തിട്ടുള്ളത്. അത്തരം പെശകുകൾ ഇപ്പോഴും കൊണ്ട് കിടക്കുന്ന ആളുകളുണ്ട്. പല ടെക്നീഷ്യൻസിനോട് സംസാരിക്കുന്ന സമയത്ത് ഇവിടെ നമ്മളിതൊരു 100 പ്രാവശ്യം പറഞ്ഞുള്ളൂ, ഇവർക്ക് മനസ്സിലാവണ്ടേ എന്ന് പറഞ്ഞിട്ടുള്ള ആളുകളുണ്ട്. പേരുകൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. കാര്യം നമ്മൾ സിനിമ കണ്ടിട്ട് ഇന്ന കാര്യം ഭയങ്കര പ്രശ്നമായിരുന്നു എന്ന് പറയുമ്പോൾ നിങ്ങളത് ചൂണ്ടിക്കാണിച്ചത് കറക്റ്റാണ്, ഞാനും ഒരുപാട് കഷ്ടപ്പെട്ട് പോയിട്ടുണ്ട്, വേറെ വഴിയില്ലാണ്ടായിപ്പോയി എന്ന് പറഞ്ഞവരുണ്ട്. എനിക്ക് അവരുടെ ഗതികേട് മനസ്സിലാവും. ഞാൻ ഒരു റേഡിയോ സ്റ്റേഷനിലാണെങ്കിൽ പോലും ഈ പറയുന്ന വീഡിയോ എഡിറ്റിംഗ്, മറ്റുള്ളവരുടെ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ള ഒരാളാണ്. ചില സാധനമൊക്കെ കൊണ്ട് നമ്മുടെ മുന്നിലിട്ടിട്ട് കണ്ടെന്നുണ്ട് അരിഞ്ഞ് കുറേ പച്ചക്കറി കൊണ്ടുവന്നിട്ട് സൂപ്പർ കറി ഉണ്ടാക്കുക എന്ന് പറയുന്ന പോലെ കൊണ്ടുവന്നിട്ട് തരും. നമുക്ക് ചെയ്യാവുന്നതിൻ്റെ മാക്സിമം ചെയ്യാൻ പറ്റും. പക്ഷേ അതിന് കൃത്യമായ ഗൈഡൻസ് കൊടുക്കാൻ പറ്റുന്ന ഈ വ്യവസായത്തിലെ എല്ലാ മേഖലകളെക്കുറിച്ചും ധാരണയുള്ള പ്രൊഡ്യൂസർ ആവശ്യമാണ്. ആ എഡ്യൂക്കേഷൻ പ്രൊഡ്യൂസേഴ്സിന് ആവശ്യമാണ്. പിന്നെ പലപ്പോഴും ആലോചിച്ചിട്ടുള്ളതാണ്, ഇത് ഇപ്പോഴൊന്നുമല്ല, കുറേ നാളായിട്ട് ആലോചിക്കുന്നതാണ്. ഈ വലിയ പ്രൊഡക്ഷൻ കോസ്റ്റ് വരുന്ന സിനിമകൾ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് ഇവർ പറയുന്നുണ്ട്. നമ്മുടെ പല പ്രൊഡ്യൂസർമാരുണ്ട്, ഇവരൊക്കെ വലിയ സുഹൃത്തുക്കളാണെന്നൊക്കെയാണല്ലോ നമ്മൾ പൊതുവേ കാണുന്നത്. അപ്പോൾ ഒരു 2-3 പ്രൊഡ്യൂസേഴ്സ് അല്ലെങ്കിൽ ഒരു 4 പ്രൊഡ്യൂസേഴ്സ് അവർ ഒരുമിച്ച് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സാമ്പത്തിക സഹായങ്ങൾ നടത്തും. അതല്ല പറയുന്നത്, 4 പ്രൊഡ്യൂസേഴ്സ് കൂടിയിട്ട് നമ്മളിങ്ങനൊരു സിനിമ ചെയ്യാണ്. അപ്പോൾ ഈ സിനിമയ്ക്ക് പറ്റുന്ന തിരക്കഥകൾ നമ്മളെല്ലാവരും കേൾക്കുന്നു. 4 പേർക്കും അപ്പീലിംഗ് ആയി വരുന്ന, മാറ്റങ്ങൾ വരുത്താൻ പറ്റുന്ന, 4 പേർക്കും കൂടി അഫോർഡ് ചെയ്യാൻ പറ്റുന്ന താരങ്ങളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് അങ്ങനെ ഒരു കോ പ്രൊഡക്ഷൻ പരിപാടികൾ എന്താണ് സംഭവിക്കാത്തത്? കോ പ്രൊഡക്ഷൻ എന്നുള്ള ഒരു വേർഡ് പറയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് വേറെ കുറേ കാര്യങ്ങളുണ്ടാകും. ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്, ഒരു പ്രൊഡ്യൂസറിന് ഒറ്റയ്ക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഒന്നിലധികം പ്രൊഡ്യൂസേഴ്സിന് എന്തുകൊണ്ട് ഒരുമിച്ച് ഇതുപോലെ ചെയ്തുകൂടാ എന്നുള്ളതാണ്. അപ്പോൾ 4 പേർക്കും പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ, ഞാൻ ഈ പറഞ്ഞതൊക്കെ ചിലപ്പം വെറും ഫോളിഷ് പരിപാടികളായിരിക്കും, ഒരു തരത്തിലും നടക്കാൻ സാധ്യതയില്ലാത്തതായിരിക്കും. പക്ഷേ പരിഹാരങ്ങളെക്കുറിച്ച് ചർച്ച ഉണ്ടാകുന്നതിന് പകരം പലഹാരം കഴിച്ച് സമരം ചെയ്യുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എല്ലാവരും നമ്മുടെ വഴിക്ക് വരട്ടെ എന്നിട്ട് നമുക്ക് ശരിയാക്കാം എന്ന് പറയുന്ന രീതിയിൽ ചിന്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, ഏകപക്ഷീയമായി മാത്രം ചിന്തിക്കുകയും തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് മലയാള സിനിമയ്ക്ക് ഒട്ടും ഭൂഷണമായിട്ടുള്ളൊരു കാര്യമല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ജൂൺ മാസം അല്ലെങ്കിൽ തന്നെ ഒരുപാട് മഴയും കാര്യങ്ങളൊക്കെ ആയിട്ട് ആളുകൾ തിയേറ്ററിലേക്ക് എത്താൻ വളരെ ബുദ്ധിമുട്ടുള്ളൊരു സമയമാണ്. അതായത് ആ സമയത്ത് സിനിമ ഇറക്കാനിരിക്കുന്ന എല്ലാ സിനിമാ പ്രവർത്തകരുടെ നെഞ്ചിൽ ഇടുത്തി വെട്ടി മഴ പെയ്യുന്ന സമയമാണ് ജൂൺ മാസങ്ങൾ എന്ന് പറയുന്നത്. സ്കൂൾ തുറക്കുന്നു, തിരക്കുകൾ. മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിൽ സ്കൂൾ തുറക്കുമ്പോൾ പിള്ളേർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിച്ച് സാധാരണക്കാരൻ്റെ പോക്കറ്റ് ഓട്ടയായിരിക്കുന്ന സമയമാണ്. ആ സമയത്ത് തിയേറ്ററിലേക്ക് എങ്ങനെ ആളുകൾ എത്തും? പക്ഷേ ആ സമയത്ത് ഇറക്കി ഹിറ്റാക്കിയിട്ടുള്ള സിനിമകളുണ്ട്, അത് വേറെ ചരിത്രം. പക്ഷേ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു പ്രൊഡക്ഷനും വേണ്ട, ഒരു റിലീസും വേണ്ട എന്ന് പറഞ്ഞ് നിർത്തുമ്പോൾ എത്ര ആളുകളുടെ ജോലിയാണ് അവിടെ നഷ്ടപ്പെടുത്തുന്നത്? അല്ലെങ്കിൽ ജോലി ചെയ്യാനുള്ള എത്ര പേരുടെ അവകാശമാണ് അവിടെ ഹനിക്കപ്പെടുന്നത്? അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്തിട്ട് ഞങ്ങൾക്കൊക്കെ ഓക്കെ ആയി വരുന്ന കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം എന്ന് പറയുന്നത്, നമ്മൾ പരിഹാരങ്ങൾ ആലോചിക്കുക എന്ന് പറയാൻ തോന്നുകയാണ്. പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇത് സിനിമാ മേഖലയായിട്ട് പ്രവർത്തിക്കുന്ന അവർ തീരുമാനിക്കേണ്ടതാണ്. എനിക്കിതിൽ വലിയ റോളൊന്നുമില്ല, പക്ഷേ പറയണമെന്ന് തോന്നി, അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. നിങ്ങൾക്ക് തോന്നുന്ന സൊല്യൂഷൻസ് കമൻറ്റ് ചെയ്യാം കേട്ടോ. നമുക്ക് ആരോഗ്യകരമായ ചർച്ചകളാവാം.